അവറിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ റീജ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫിസിക്സിലെ ഒരു ടോപ്പിക്കാണ് പ്രവൃത്തി, ഊർജം. അപ്പോൾ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എന്താണ്, വർക്ക് ആൻഡ് എനർജി. ഈ ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവരും പഠിച്ചോ? ഇന്നലെ നമ്മൾ എന്താണ് ഫിസിക്സ് എന്നും അതുപോലെ തന്നെ നമ്മുടെ ഫിസിക്സുമായി ബന്ധപ്പെട്ട് എന്താണ് ദ്രവ്യം, മാറ്റർ, എന്താണ് പിണ്ഡം, മാസ് എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്ന് നമുക്ക് കാണേണ്ടത് എന്താണ് പ്രവൃത്തി, എന്താണ് ഊർജം. ഇതാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രവൃത്തിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് എല്ലാവരും എപ്പോഴും ഇങ്ങനെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് അല്ലേ. നമ്മൾ രാവിലെ എണീക്കുന്നത് മുതൽ ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നു. എണീക്കുക എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയാണല്ലോ. എണീറ്റിരിക്കുന്നു, നടക്കുന്നു, ഓടുന്നു, പാത്രങ്ങൾ എടുക്കുന്നു, ബ്രഷ് ചെയ്യുന്നു, ഇതെല്ലാം പ്രവൃത്തികളാണ്. ക്ലിയർ ആണ്? അപ്പോൾ നമുക്ക് ഒരുപാട് പ്രവൃത്തികൾ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ ചെയ്യേണ്ടി വരും. നടക്കുക, ഓടുക, ചാടുക, ഇരിക്കുക, ചിരിക്കുക, പറയുക, കേൾക്കുക, ഇങ്ങനെ ഒരുപാട് പ്രവൃത്തികളുണ്ട് അല്ലേ. ഇനി ഈ പ്രവൃത്തിയൊക്കെ ചെയ്യുന്നതിന് നമുക്ക് ഊർജം വേണ്ടേ? ഈ പ്രവൃത്തി ചെയ്യുന്നതിന് നമുക്ക് എന്ത് വേണം? ഒരു ശക്തി വേണം. അതിന് നമുക്ക് ഊർജം എന്നും വിളിക്കാം. അപ്പോൾ എന്താണ് പ്രവൃത്തി എന്നും എന്താണ് ഊർജം എന്നും നമുക്ക് ഡീറ്റെയിൽ ആയി പഠിക്കാം. ഇതുണ്ടോ, നമ്മുടെ ആപ്പിൾ താഴേക്ക് വീഴുന്ന കണ്ടോ? ഇതൊരു പ്രവൃത്തിയല്ലേ. അപ്പൊ പ്രകൃതിയിലും നടക്കുന്നു പ്രവൃത്തികൾ. മനുഷ്യൻ മാത്രമാണോ പ്രവൃത്തി ചെയ്യുന്നത്? അല്ല. മനുഷ്യൻ മാത്രമല്ല, മരങ്ങള് അല്ലെങ്കിൽ ജീവജാലങ്ങൾ എല്ലാം പ്രവൃത്തി ചെയ്യുന്നുണ്ട്. ബോള് തട്ടുന്നത് കണ്ടോ? ഇതൊരു പ്രവൃത്തിയാണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് വീണ്ടും എക്സാമ്പിൾസ് കാണാം. ഇത് കണ്ടോ, ഒരു സാധനം എടുത്തുകൊണ്ട് നടക്കുന്നു. ഇത് കണ്ടോ, ഈ കസേര ഇങ്ങോട്ട് നീക്കുന്നു, ഈ കസേര അങ്ങോട്ട് വലിക്കുകയാണ്. ഈ ഡയറക്ഷൻ മാറുന്നുണ്ട്. അപ്പോൾ ഒരെണ്ണം ഡയറക്ഷൻ അനുസരിച്ച് പ്രവൃത്തി മാറുമല്ലോ. ഇങ്ങോട്ട് നീക്കിയാൽ അങ്ങോട്ട് പോകും കസേര, ഇനി ഇങ്ങോട്ട് വലിച്ചാൽ ഇങ്ങോട്ട് പോകും കസേര. ഇത് കണ്ടോ, ജിമ്മിലൊക്കെ ചിലർ രാവിലെയൊക്കെ പോകും. അപ്പോൾ ജിമ്മിൽ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ വെയിറ്റ് ഉയർത്തേണ്ടി വരും. ഓരോ ഭാരങ്ങൾ എടുത്ത് വെച്ചിട്ട് ഉയർത്തും. അപ്പോൾ ഇതും എന്താണ്? ഒരു പ്രവൃത്തിയാണ്. ഒരു വസ്തുവിന് സ്ഥാനമാറ്റം ഉണ്ടാക്കുന്ന ബലത്തെയാണ് പ്രവൃത്തി എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഒരു വസ്തുവിന് സ്ഥാനമാറ്റം ഉണ്ടാകണം. ഞാനൊരു പ്രവൃത്തി ചെയ്യുകയാണ്, പക്ഷെ സ്ഥാനം മാറിയില്ല, ആ വസ്തുവിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായില്ലെങ്കിൽ അത് പ്രവൃത്തി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതെങ്ങനെയാണ്? സ്ഥാനം മാറാത്ത പ്രവൃത്തി ഉണ്ടോ? ഉണ്ട്. നമ്മളൊരു ഭിത്തി ഇരുന്ന് തെള്ളുകയാണ്. നമ്മളുടെ വീട്ടിലെ ഭിത്തി അല്ലെങ്കിൽ ഒരു മതിൽ, ഇതൊക്കെ ഇരുന്ന് തെള്ളിയ നമ്മൾ ശൈലിക്കും ഇങ്ങനെ എനർജി ഉപയോഗിക്കുകയാണ്. പക്ഷെ അതിൻ്റെ സ്ഥാനം മാറുമോ? ഇല്ല അല്ലേ. അപ്പൊ അത് നമ്മൾ പ്രവൃത്തി ചെയ്തു എന്ന് പറയാൻ പറ്റുമോ? നമ്മൾ കുറച്ച് ബലം അപ്ലൈ ചെയ്തു, പക്ഷെ പ്രവൃത്തിയായോ? ഇല്ല. പ്രവൃത്തിയാകണമെങ്കിൽ നമ്മൾ തെല്ലുമ്പോൾ തന്നെ ആ ഭിത്തി നമ്മൾ തെള്ളുന്ന ദിശയിലേക്ക് ഇങ്ങനെ നീങ്ങണം. എങ്കിൽ മാത്രമേ നമുക്ക് പ്രവൃത്തി ചെയ്തു എന്ന് പറയാൻ പറ്റൂ. ക്ലിയർ ആണ്? അപ്പൊ പ്രവൃത്തി എന്ന് വെച്ചാൽ എന്താണ്? ഒരു വസ്തുവിന് സ്ഥാനമാറ്റം ഉണ്ടാകണം. ഒരു വസ്തുവിന് എന്തുണ്ടാകണം? സ്ഥാനമാറ്റം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്ക് പ്രവൃത്തി ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. ക്ലിയർ ആണ്? അപ്പോൾ കർഷകൻ നിലമുഴുതുന്നത് ഒരു പ്രവൃത്തിയാണ്. വണ്ടിക്കാളെ വണ്ടി വലിക്കുന്നത്, കാളവണ്ടിയില്ലേ, വണ്ടി വലിച്ചുകൊണ്ട് ആളുകളെ കൊണ്ടുപോകും, കുതിരവണ്ടി, ഇതൊരു പ്രവൃത്തിയാണ്. ക്ലാസ്സിലെ ബെഞ്ച് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിടുന്നത്, ഇതും ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ പ്രവൃത്തിയുടെ ഉദാഹരണങ്ങളാണ് ഇങ്ങനെ വെയിറ്റ് ഉയർത്തുന്നത്, സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവെക്കുന്നത്, ഈ കസേരകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത്, ഇതൊക്കെ എന്താണ്? പ്രവൃത്തിയാണ്. പ്രവൃത്തിയാണ് എന്ന് നമ്മൾ ഉറപ്പിക്കുന്നത് ഒരു ബലം പ്രയോഗിക്കുമ്പോൾ ആ വസ്തുവിന് സ്ഥാനം മാറ്റം ഉണ്ടാകണം. സ്ഥാനം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ആ ബലം പ്രയോഗിച്ചതിനെ പ്രവൃത്തി ചെയ്തു എന്ന് പറയുകയുള്ളൂ. അപ്പോൾ ഭിത്തി തള്ളിയാൽ പ്രവൃത്തിയാകുമോ? ഇല്ല. ഭിത്തിയുടെ സ്ഥാനം മാറുന്നില്ല, നമ്മൾ ചുമ്മാ കുറെ ബലം പ്രയോഗിക്കുകയാണ്. എങ്കിൽ ഇതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റത്തില്ല? പ്രവൃത്തി ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ വൃത്താകൃതിയിലുള്ള പാതയിലെ ഒരു ബിന്ദുവിൽ നിന്ന് ഒരു വസ്തു എടുത്ത് വീണ്ടും അതേ ബിന്ദുവിൽ കൊണ്ടുവച്ചു. ഇപ്പൊ വൃത്താകൃതിയിൽ ഒരു പാതയാണ്.
ഇവിടുന്ന് ഞാനൊരു സാധനം എടുത്തിട്ട് പിന്നെ നടന്നു വന്ന് ഇതേ സ്ഥലത്ത് തന്നെ വീണ്ടും ആ സാധനം ഞാൻ വെച്ചു എങ്കിൽ സ്ഥാനമാറ്റം ഉണ്ടായോ? വെച്ച സ്ഥലത്ത് തന്നെയാണ്, ഇത്രയും ഞാൻ നടന്നു, പക്ഷേ ഈ സ്ഥലത്ത് തന്നെയാണ് ഞാൻ കൊണ്ടുവച്ചത്. ഒരു വസ്തുവിന് സ്ഥാനമാറ്റം ഉണ്ടായില്ലെങ്കിൽ നമ്മൾ എന്തു പറയും? അവിടെ ബലം പ്രയോഗിച്ചു, പക്ഷേ പ്രവൃത്തി നടക്കുന്നില്ല എന്നേ നമ്മൾ പറയുകയുള്ളൂ. ബലമൊക്കെ പ്രയോഗിച്ചു, പക്ഷെ പ്രവൃത്തിയായോ? ഇല്ല. ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയോ? എക്സാമിന്റെ ഒരു സ്ഥിരം ചോദ്യമാണ്. കാര്യം, ആ വസ്തുവിന് സ്ഥാനമാറ്റം ഉണ്ടായില്ല. സ്ഥാനമാറ്റം ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് പറയത്തോളൂ? പ്രവൃത്തി നടന്നു എന്ന് പറയുകയുള്ളൂ. നമ്മൾ എത്ര ബലം പ്രയോഗിച്ചാലും സ്ഥാനാന്തരം ഉണ്ടായെങ്കിൽ മാത്രമേ പ്രവൃത്തി നടക്കുന്നുള്ളൂ എന്ന് നമ്മൾ പറയുകയുള്ളൂ. ഇപ്പോൾ ഒരു വ്യക്തി ഒരു ലോഹപ്പെട്ടി തള്ളുന്നു. വലിയ ബലമുള്ള ഒരു ലോഹപ്പെട്ടിയാണ്, അയാളിൽ നിന്ന് തള്ളുകയാണ്. പക്ഷെ അയാൾക്ക് ആ ലോഹപ്പെട്ടി ഒന്നും നീക്കാനുള്ള ശക്തി കിട്ടിയില്ല. അപ്പോൾ സ്ഥാനാന്തരം സംഭവിച്ചില്ലെങ്കിൽ പ്രവൃത്തി ചെയ്തത് എന്താണ്? പൂജ്യമാണ്. പ്രവൃത്തി ഒന്നും ചെയ്തില്ല എന്ന് നമ്മൾ പറയും. ഇപ്പോൾ ഒരു പൊടിക്കുഞ്ഞാണ്, 1 വയസ്സേ ഉള്ളൂ, നല്ല ബലമുള്ള ഒരു കസേര. കുഞ്ഞ് നീക്കാൻ മാക്സിമം ശ്രമിക്കും, പക്ഷെ കുഞ്ഞിന് ആ ബലമുള്ള കസേര നീക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ കുഞ്ഞ് പ്രവൃത്തി ചെയ്തോ? ഇല്ല. കുഞ്ഞ് ചെയ്ത പ്രവൃത്തി പൂജ്യമാണ്. കാര്യം എന്താണ്? സ്ഥാനാന്തരം നടന്നില്ല. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങിയാൽ മാത്രമേ നമ്മൾ പ്രവൃത്തി ചെയ്തു എന്ന് പറയുകയുള്ളൂ. പക്ഷെ നല്ല രീതിയിൽ ബലം അപ്ലൈ ചെയ്ത് കാണും. കുഞ്ഞിന് പറ്റുന്ന ശക്തിയിൽ കുഞ്ഞെന്ത് ചെയ്യും? ബലം കൊടുക്കും, ഫോഴ്സ് കൊടുക്കും. പക്ഷേ എന്തായില്ല? പ്രവൃത്തിയായിട്ടില്ല. അപ്പോൾ ഒരു വസ്തുവില് ബലം പ്രയോഗിക്കുന്നതിന്റെ ഫലമായി ആ വസ്തുവിന് ബലം പ്രയോഗിച്ച ദിശയിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരം, സ്ഥാനമാറ്റമാണ് പ്രവൃത്തി. അപ്പൊ ദാണ്ട് ഇയാള് ഈ വണ്ടി തള്ളുകയാണ്. ഇങ്ങോട്ടാണ് തള്ളുന്നത്, ഈ ഒരു ഡയറക്ഷനിലാണ് തള്ളുന്നത്. ആ ഡയറക്ഷനിലേക്ക് തന്നെ വണ്ടി നീങ്ങി പോകുന്നു. അപ്പൊ അയാൾ പ്രവൃത്തി ചെയ്തോ? പ്രവൃത്തി ചെയ്തു. സ്ഥാനമാറ്റം ഉണ്ടായോ? പ്രയോഗിച്ച ദിശയിൽ തന്നെയാണോ സ്ഥാനമാറ്റം ഉണ്ടായത്? എങ്കിൽ അവിടെ പ്രവൃത്തി നടന്നു. അപ്പോൾ അയാൾ പ്രയോഗിക്കുന്ന ബലം സ്ഥാനമാറ്റത്തിന് കാരണമായെങ്കിൽ പ്രവൃത്തി ചെയ്തു എന്ന് പറയും. അപ്പൊ എക്സാമിന് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഒരാൾ മതിൽ തള്ളി അല്ലെങ്കിൽ ഒരാൾ ഭിത്തി തള്ളി, അയാൾ ചെയ്ത പ്രവൃത്തിയുടെ അളവ് എത്രയാണ്? നമ്മളുടെ ഉത്തരം 0. അയാൾ പ്രവൃത്തി ഒന്നും ചെയ്തില്ല എന്ന് നമ്മൾ പറയും. ഇനി താണ്ട് ഇത് കണ്ടോ, നമ്മുടെ ഭക്ഷണം കൊണ്ടുവരുന്ന വെയിറ്ററില്ലേ, ഹോട്ടലിലൊക്കെ പോകുമ്പോൾ വെയിറ്റർ ഇങ്ങനെ നടന്ന് ഭക്ഷണം കൊണ്ടുവരും അല്ലേ? അപ്പോൾ വെയിറ്ററിന്റെ തലയിൽ തന്നെയാണ് സാധനം ഇരിക്കുന്നത്. സ്ഥാനമാറ്റം സംഭവിക്കുന്നുണ്ടോ? ആ നടന്നു പോകുന്ന ഡയറക്ഷൻ മുഴുവനും സ്ഥാനമാറ്റം ഉണ്ടാകുന്നില്ലെങ്കിൽ തലയുടെ ആ പൊസിഷനിൽ തന്നെ ഇരിക്കുമല്ലേ? എന്നാലും എന്ത് പറയും? വെയിറ്റർ ജോലിയൊന്നും ചെയ്തില്ല എന്ന് പറയും, പ്രവൃത്തി പൂജ്യമാണ്. അതുപോലെ സ്കൂൾ ബാഗ് ഒരു കുട്ടി തലയിൽ ചുമന്നുകൊണ്ട് പോകുന്നു, പക്ഷേ ആ സ്ഥാനം മാറുന്നില്ല, തലയിൽ തന്നെയാണ് തുടക്കം മുതൽ ഒടുക്കം വരെയും. അപ്പോൾ സ്ഥാനമാറ്റം ഉണ്ടായില്ലെങ്കിൽ അയാൾ ചെയ്ത പ്രവൃത്തിയും നമ്മൾ 0 എന്ന് പറയും. ക്ലിയർ ആണല്ലോ? എല്ലാവർക്കും പിടികിട്ടിയോ? ഓക്കെ ആണോ? എല്ലാവർക്കും ഐഡിയ മനസ്സിലായി? എന്താണ് പ്രവൃത്തി എന്നുള്ളൊരു ഐഡിയ ക്ലിയർ ആണ്. ഇനി പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താ? പ്രവൃത്തി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇക്വേഷൻ എന്താണ്? വർക്ക് എന്ന് പറയുമ്പോൾ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റുമാണ്. ഫോഴ്സ് ബലം ചെയ്യണം, നമ്മൾ നല്ലൊരു ബലം പ്രയോഗിക്കണം, അപ്പോൾ സ്ഥാനമാറ്റം ഉണ്ടാകണം, സ്ഥാനാന്തരം ഉണ്ടാകണം, ഡിസ്പ്ലേസ്മെന്റ്. ബലം ഇൻറ്റു നമ്മളുടെ സ്ഥാനാന്തരമാണ്, ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ ബലം ഇൻറ്റു സ്ഥാനാന്തരം, വർക്ക് ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എസ് എഫ് ആണ്. ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. അപ്പോൾ പിന്നെ പ്രവൃത്തിയുടെ യൂണിറ്റ് എന്തായിരിക്കും? ന്യൂട്ടൺ മീറ്റർ ആണ് പ്രവൃത്തിയുടെ യൂണിറ്റ്, അല്ലെങ്കിൽ ജൂൾ എന്ന് പറയാം. പ്രവൃത്തി, ഊർജം, താപോർജം ഇതിന്റെയൊക്കെ യൂണിറ്റ് എന്താണ്? ജൂള. SI യൂണിറ്റിൽ നമ്മൾ പറയുമ്പോൾ ഇതിന്റെയൊക്കെ യൂണിറ്റ് എന്താണ്? ജൂള. അല്ലെങ്കിൽ വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്, ബലം ഇൻറ്റു സ്ഥാനാന്തരമാണ്. അപ്പൊ ന്യൂട്ടൺ മീറ്റർ എന്നും പറയാം. ക്ലിയർ ആണ്? ന്യൂട്ടൺ മീറ്റർ എന്നും പറയാം. അപ്പോൾ ഒരു വസ്തുവില്ല നമ്മളൊരു F ന്യൂട്ടൺ ബലം പ്രയോഗിക്കുകയാണ്. ഈ പ്രയോഗിക്കുമ്പം
വസ്തുവിൻ്റെ ദിശയിൽ എസ് എന്ന് പറയുന്ന സ്ഥാനാന്തരമാണ് ഉണ്ടാകുന്നത്. അപ്പൊ പ്രവൃത്തി എന്താണ്? W=F × S. പ്രയോഗിക്കുന്ന ബലം F ആണ്, സ്ഥാനാന്തരം ഉണ്ടായത് S ആണ്. അപ്പൊ ഇക്വേഷൻ W=F ആണ്, ബലം ഇൻറ്റു സ്ഥാനാന്തരമാണ്. ക്ലിയർ ആണ്? ബലം ഇൻറ്റു സ്ഥാനാന്തരം. ഇനി 100 ഗ്രാം മാസ് 1 മീറ്റർ ഉയർത്തണം. 100 ഗ്രാം മാസ് 1 മീറ്റർ ഉയർത്തണമെങ്കിൽ അതെന്തായിരിക്കും? പ്രവൃത്തിയുടെ അളവ് 1 ജൂളായിരിക്കും. 100 ഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ 1 മീറ്റർ ഉയർത്താൻ ചെയ്യേണ്ട പ്രവൃത്തിയുടെ അളവ് 100 × 1 എന്ന് വരുന്നു. അപ്പൊ ഗ്രാം കിലോഗ്രാമിലേക്ക് മാറ്റുന്നു. അപ്പൊ നമ്മളുടെ ഉത്തരം 1 ജൂൾ എന്നാണ്. 100 ഗ്രാം 1 കിലോഗ്രാം. ക്ലിയർ ആണ്? ഇനി നമ്മൾ പറയുന്നത് തറയിലിരിക്കുന്ന ഒരു വസ്തുവിനെ വലിക്കുന്നു. തറയിൽ വെറുതെ ഇരിക്കുകയാണ് ഈ ഒരു ബോൾ. ഇതിനെ നമ്മൾ വലിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വലിച്ചു. ഞാൻ ഈ വലിച്ച ഡയറക്ഷനിലേക്ക് ബോളിന് സ്ഥാനമാറ്റം ഉണ്ടായി എങ്കിൽ ഈ ചെയ്ത പ്രവൃത്തി പോസിറ്റീവാണ്. തറയിലിരുന്ന ഒരു വസ്തു ഞാൻ പ്രയോഗിച്ച ദിശയിൽ തന്നെ സ്ഥാനമാറ്റം ഉണ്ടായെങ്കിൽ ഈ ബലം ചെയ്ത പ്രവൃത്തി പോസിറ്റീവാണ്. അപ്പൊ തറ പ്രയോഗിച്ച കർഷണ ബലം ചെയ്ത പ്രവൃത്തി നെഗറ്റീവാണ്. തറയ്ക്ക് എപ്പോഴും എന്തുണ്ട്? കർഷണ ബലമുണ്ട്. താഴേക്ക് വലിക്കും അല്ലേ? താഴേക്ക് വലിക്കും. നമ്മൾ നടക്കുമ്പോൾ തന്നെ കർഷണ ബലം ഉള്ളത് കൊണ്ടാണ് നമുക്ക് നടക്കാൻ പറ്റുന്നത്. അപ്പോൾ താഴേക്ക് വലിച്ചത് നടന്നോ? ഇല്ല. അപ്പൊ കർഷണ ബലം നെഗറ്റീവും നമ്മൾ ചെയ്ത പ്രവൃത്തി പോസിറ്റീവുമാണ്. ക്ലിയർ ആണ്? മനസ്സിലാകുന്നുണ്ട്? അപ്പൊ വർക്ക്, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഇത്രയുമാണ് നമ്മൾ വർക്കിനെ കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ 1 ജൂൾ എന്ന് പറയുമ്പോൾ 1 ന്യൂട്ടൺ മീറ്റർ അല്ലേ? 1 ജൂള് 100 ഗ്രാം മാസ് 1 മീറ്റർ ഉയർത്തുന്നു. അപ്പോൾ ലഭിക്കുന്ന വർക്കാണ് 1 ജൂള്. F × S ആണ്, ന്യൂട്ടൺ മീറ്റർ എന്ന് പറയാം. 1 ജൂൾ പെർ സെക്കൻഡിനെ നമുക്ക് വാട്ട് എന്ന് പറയാം. എക്സാമ്പിൾക്ക് ചോദിക്കുന്ന ചോദ്യമാണിത്. 1 ജൂൾ പെർ സെക്കൻഡിനെ നമ്മൾ 1 വാട്ട് എന്ന് പറയും. പവറിന്റെ യൂണിറ്റ് ആണ് വാട്ട്. ഒരു കുതിരശക്തി എന്ന് വെച്ചാൽ എത്രയാണ്? 746 വാട്ട് ആണ്. ഒരു കുതിരശക്തി 746 വാട്ടാണ്. ഇനി കിലോ വാട്ട് എന്ന് വെച്ചാൽ എന്തായിരിക്കും? 1000 വാട്ട്. കിലോ എന്ന് കാണുമ്പോൾ തന്നെ 1000 വാട്ടാണ് കിലോ വാട്ട്. മെഗായോ 10⁻⁶ ആണ് മെഗാ എന്ന് പറയുന്നത്. അപ്പോൾ മെഗാ വാട്ട് 10⁻⁶ വാട്ടാണ്. അപ്പൊ എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കിയേ. 1 ജൂള് 1 ന്യൂട്ടൺ മീറ്റർ ആണ്, അതിൽ ഡൗട്ടില്ല. ജൂൾ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1 വാട്ട് എന്ന് പറയും. കുതിരശക്തി 746 വാട്ടാണ് സ്ഥിരം ചോദ്യം. കിലോ വാട്ട് കിലോ 1000 ആണ്, 1000 വാട്ടാണ്. മെഗാ വാട്ട് 10⁻⁶ വാട്ടാണ്, 10⁻⁶ വാട്ടാണ്. ക്ലിയർ ആണ്? അപ്പൊ നമ്മൾ എന്താണ് പ്രവൃത്തി എന്ന് മനസ്സിലാക്കി. പ്രവൃത്തി എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. എന്താണ് പ്രവൃത്തി? ഒരു ബലം പ്രയോഗിക്കുകയാണ്. പ്രയോഗിച്ച ദിശയിൽ വസ്തുവിന് സ്ഥാനമാറ്റം ഉണ്ടായി, സ്ഥാനാന്തരം ഉണ്ടായി എങ്കിൽ നമുക്ക് പ്രവൃത്തി എന്ന് പറയാം. സ്ഥാനമാറ്റമൊന്നും ഉണ്ടായില്ലെങ്കിൽ, നമ്മൾ നല്ല ബലമൊക്കെ പ്രയോഗിച്ചു പക്ഷെ സ്ഥാനാന്തരം ഉണ്ടായില്ലെങ്കിൽ പ്രവൃത്തി ചെയ്തോ? ഇല്ല, പ്രവൃത്തി 0. പ്രവൃത്തിക്ക് എക്സാമ്പിൾസ് അറിയാലോ. മാങ്ങ ഞെട്ടറ്റ് വീഴുന്നതും ആപ്പിൾ വീഴുന്നതും ബോള് എറിയുന്നതും ബോള് ചവിട്ടുന്നതും 6 അടിക്കുന്നതും ബാറ്റ് ചെയ്യുന്നത് പിന്നെ നീക്കുന്നത് കണ്ടോ, ഇങ്ങനെ ഉയർത്തുന്നത്, ഇതെല്ലാം എന്താണ്? സ്ഥാനാന്തരമാണ്. ഊഞ്ഞാലാടുന്നത്, ഇതൊക്കെ സ്ഥാനമാറ്റം സംഭവിക്കും, പ്രവൃത്തിയാണ്. എന്നാൽ പ്രവൃത്തി ചെയ്യാത്ത സന്ദർഭങ്ങളും അറിയുക. ഭിത്തി തള്ളുന്നു, ഒരു വലിയ കട്ടിയുള്ള പാത്രം നീക്കാൻ ശ്രമിക്കുന്നു, വെയിറ്റുള്ള ഒരാളെ പൊക്കി മാറ്റാൻ ശ്രമിക്കുന്നു. ഇതൊന്നും നമുക്ക് നടക്കത്തില്ല, ഒരു അനക്കം പോലും നടക്കത്തില്ല. അപ്പോൾ സ്ഥാനാന്തരം നടന്നില്ല, പ്രവൃത്തി ചെയ്തില്ല, 0 എന്ന് പറയും. ഇനി വർക്ക് എന്ന് പറയുമ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്, അതായത് ബലം ഇൻറ്റു സ്ഥാനാന്തരം.
എഫ് ആണ് ഫോഴ്സ്, ഡിസ്പ്ലേസ്മെന്റ് എസ് ആണ്. അപ്പൊ എഫ് എസ് എന്നെടുത്തു. ഇനി വർക്കിന്റെ യൂണിറ്റ് അറിയണം. ന്യൂട്ടൺ മീറ്റർ എന്നോ ജൂൾ എന്നോ പറയാം. തറയിലിരിക്കുന്ന ഒരു വസ്തുവിനെ വലിച്ചു, അതേ ബലം പ്രയോഗിച്ച ദിശയിൽ ഇത് അങ്ങോട്ട് പോയെങ്കിൽ പോസിറ്റീവാണ് സ്ഥാനാന്തരം. എന്നാൽ തറ പ്രയോഗിച്ച കർഷണ ബലം ഏത് പ്രവൃത്തിയാണ്? നെഗറ്റീവുമാണ്. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. പിന്നെ നമ്മൾ ഒരു ജൂള് ഒരു ന്യൂട്ടൺ മീറ്റർ ആണെന്നും ഒരു ജൂൾ പെർ സെക്കൻഡ് ഒരു വാട്ട് ആണെന്നും പഠിച്ചു. ഒരു കുതിരശക്തി 746 വാട്ട്, ഒരു കിലോ വാട്ട് 1000 വാട്ട്, ഒരു മെഗാവാട്ട് 10⁻⁶ വാട്ട് എന്നും പഠിച്ചു. എൻ്റെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ആദ്യ ചോദ്യം ഇതാണ്. ഭിത്തിയിൽ ഞാൻ നല്ല ബലം പ്രയോഗിക്കുകയാണ്, പക്ഷേ ഭിത്തി നീങ്ങിയില്ല. എങ്കിൽ ഞാൻ ചെയ്ത പ്രവൃത്തി എത്രയാണ്? ഞാൻ ചെയ്ത പ്രവൃത്തി എത്രയാണ്? 0. അടുത്ത ചോദ്യം, വർക്ക് അല്ലെങ്കിൽ പ്രവൃത്തിയുടെ ഇക്വേഷൻ എന്താണ്? നമ്മളുടെ ഉത്തരം എഫ് ഇൻറ്റു എസ് ആണ്. എഫ് എസ് ഇക്വേഷൻ, ഫോഴ്സ് ബലം ഇൻറ്റു സ്ഥാനാന്തരം. എങ്കിൽ വർക്കിന്റെ യൂണിറ്റ് എന്താണ്? ജൂൾ എന്ന് പറയാം, പിന്നെന്ത് പറയാം? ന്യൂട്ടൺ മീറ്റർ എന്നും പറയാം. ക്ലിയർ ആണോ? എല്ലാവർക്കും പിടികിട്ടി? അപ്പോൾ തറയിരിക്കുന്ന ഒരു വസ്തുവിനെ നീക്കുമ്പോൾ ഞാൻ പ്രയോഗിച്ച അതേ ദിശയിൽ നീങ്ങി വന്നെങ്കിൽ ബലം എന്തായി? പോസിറ്റീവായ പ്രവൃത്തി. കർഷണത്തെ വെച്ച് നോക്കുമ്പോൾ നെഗറ്റീവുമാണ്. ഇനി ഒരു ജൂൾ എന്ന് പറയുമ്പോൾ ഒരു ന്യൂട്ടൺ മീറ്റർ ആണ്. ജൂൾ പെർ സെക്കൻഡ് എന്താണ്? ഓർക്കുന്നുണ്ടോ? വാട്ടാണ്. എന്താണ് കുതിരശക്തി? 746 വാട്ടാണ്. എങ്കിൽ ഒരു കിലോ വാട്ട് എന്താണ്? മെഗാവാട്ട് എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? അപ്പൊ നമുക്ക് നമ്മുടെ പവർ പഠിക്കുമ്പോൾ വാട്ടിനെ കുറിച്ചൊക്കെ പറയാം. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. എന്താണ് ഊർജം? നമുക്ക് പഠിക്കേണ്ടത് എന്താണ് ഊർജം? പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. പ്രവൃത്തി ചെയ്യുന്നതിനുള്ള കഴിവിനെ നമ്മൾ ഊർജം എന്ന് പറയുന്നു. അപ്പൊ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെ നമുക്ക് എന്ത് പറയാം? ഊർജം എന്ന് പറയാം. ഊർജത്തിന്റെ യൂണിറ്റ് എന്താണ്? ജൂള. അപ്പൊ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ് ഊർജമാണ്. ഊർജത്തിന്റെ യൂണിറ്റ് എന്താണ്? ജൂള. ഇനി എക്സാമിന് സ്ഥിരം ചോദ്യമാണ്, ഊർജത്തിന്റെ CGS യൂണിറ്റ് എന്താണ്? അപ്പൊ നമുക്കറിയാം SI യൂണിറ്റ് ഉണ്ട് അല്ലെ, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഉണ്ട്. അതുപോലെ CGS യൂണിറ്റ് ഉണ്ട്, സെന്റിമീറ്റർ ഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ട് രീതിയിൽ CGS യൂണിറ്റ് ഉണ്ട്. ഈ CGS യൂണിറ്റിൽ ഊർജത്തിന്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അത് എർഗ. CGSൽ നമ്മുടെ ഊർജത്തിന്റെ യൂണിറ്റ് എന്താണ്? എർഗാണ്. ക്ലിയർ ആണ്? എർഗ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് നമുക്കൊരു പ്രവൃത്തി ചെയ്യണം. നമുക്കൊരു പ്രവൃത്തി ചെയ്യാനുള്ള ആ ഒരു കഴിവിനെ, എനിക്ക് ആ ഒരു പ്രവൃത്തി ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്? ഒരു ഊർജം ഉള്ളത് കൊണ്ടായിരിക്കും. ഇപ്പൊ എനിക്കൊരു വസ്തുവിനെ പിടിച്ചിങ്ങനെ ഉയർത്തണമെങ്കിൽ എനിക്കൊരു ശക്തി വേണ്ടേ? ഞാനങ്ങ് ക്ഷീണിച്ച് വെള്ളമൊന്നും കുടിച്ചില്ല, പട്ടിണിയാണ് 10 ദിവസമായിട്ട്, പിന്നെ എനിക്ക് എന്തെങ്കിലും പിടിച്ച് ഉയർത്താനുള്ളൊരു ശക്തി കാണുമോ? എനിക്ക് എണീറ്റിരിക്കാൻ പോലും പറ്റത്തില്ലായിരിക്കും. ഒരു 10 ദിവസമായിട്ട് ഞാൻ പട്ടിണിയാണെങ്കിൽ എന്ത് ചെയ്യും? എനിക്ക് എണീറ്റൊന്ന് ഇരിക്കാനോ ഒന്ന് സംസാരിക്കാനോ ഒന്നും ഒരു ശക്തി കാണത്തില്ല അല്ലേ? എന്നാൽ ഞാൻ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ജ്യൂസൊക്കെ കുടിച്ച് നല്ല ആരോഗ്യത്തോടെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു വലിയ പാറയൊക്കെ തന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? നല്ല ബലമൊക്കെ പ്രയോഗിച്ച് മാക്സിമം ശ്രമിച്ചതിനെ ഉയർത്തുന്നു. അപ്പോൾ പ്രവൃത്തി ചെയ്യാൻ ഒരാൾക്കൊരു കഴിവുണ്ട് എങ്കിൽ ആ കഴിവിനെ, അയാൾക്ക് ആ പ്രവൃത്തി ചെയ്യാൻ ആ ബലം പ്രയോഗിക്കാൻ അയാൾക്ക് കഴിഞ്ഞെങ്കിൽ ആ കഴിവാണ് ഊർജം. ഇപ്പൊ രണ്ടുപേര് തമ്മിൽ കൈ ഇങ്ങനെ പിടിക്കുകയാണ്, ആരാണ് ജയിക്കുന്നതെന്ന് നോക്കുന്നു. അപ്പൊ മാക്സിമം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബലം പ്രയോഗിക്കുന്നു അല്ലെ? അപ്പോ ആരാണോ കൂടുതൽ ആ ബലവാൻ, ആ ശക്തിമാൻ, ആ കഴിവ് കൂടുതലുള്ള ആള്, ആ ഊർജം കൂടുതൽ ഉപയോഗിച്ച ആള്, അയാളാണ് എന്ത്? ആ കഴിവ്, അയാൾ ഉപയോഗിച്ച ആ കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഊർജം എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? ഇനി ഊർജത്തിന്റെ യൂണിറ്റ് നമ്മൾ പഠിച്ചു. ഊർജത്തിന്റെ യൂണിറ്റ്, പ്രവൃത്തിയുടെ യൂണിറ്റ്, ഇതൊക്കെ എന്താണ്? ജൂളാണ്.
എന്നാൽ ഊർജത്തിന്റെ CGS യൂണിറ്റ് ഉണ്ട് അല്ലെ, സെന്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ് സിസ്റ്റമാണ് CGS എന്ന് പറയുന്നത്. C സെന്റിമീറ്റർ ആണ്, G ഗ്രാം ആണ്, S എന്ന് പറയുമ്പോൾ സെക്കൻഡ്. ഈ CGS സിസ്റ്റത്തില് ഇവരുടെ ഈ ഊർജത്തിന്റെ യൂണിറ്റ് എന്താണ്? എർഗ. ക്ലിയർ ആണ്. ഒരു ജൂൾ എന്ന് പറയുമ്പോൾ 10⁻⁷ എർഗാണ്. ഒരു ജൂൾ എന്ന് പറയുമ്പോൾ 10⁻⁷ എർഗാണ്. അപ്പൊ എക്സാമിന്റെ ഒരു സ്ഥിരം ചോദ്യമാണ് എർഗും അതുപോലെ ജൂളും തമ്മിലുള്ള ഈ ഒരു ബന്ധം. ക്ലിയർ ആണ്. SI യൂണിറ്റ് ആണ് ജൂള്, CGS യൂണിറ്റ് ആണ് എർഗ്. അപ്പൊ ഈ ജൂളും എർഗും തമ്മിലുള്ള ബന്ധം എപ്പോഴും ചോദിക്കാറുണ്ട്. ക്ലിയർ. 10⁻⁷ എന്ന് പറയുക, 10⁻⁷ എന്ന് പറയുക. ക്ലിയർ ആണ്. അപ്പോ 1 എർഗ് 10⁻⁻7 ജൂളാന്നും പറഞ്ഞൂടെ. ഒരു ജൂള് 10⁻⁷ എർഗാണ്. ഒരു എർഗ് ഈ 10⁻⁷ ഇപ്പുറത്ത് പോകുമ്പോൾ 10⁻⁻7 ആകും അല്ലെ. അപ്പൊ തിരിച്ചും മറിച്ചും ഒന്ന് പഠിച്ചു വെക്കുക. ഒരു ജൂൾ എന്ന് പറയുമ്പോൾ 10⁻⁷ പ്ലസ് ആണ് എർഗ്. ക്ലിയർ. ജൂളാണ് വലിയ ആള്. എർഗിന്റെ 10⁻⁷ മടങ്ങാണ്. ഈ 10⁻⁷ ഇപ്പുറത്ത് പോകുമ്പോൾ ഒരു എർഗ് കിട്ടും. അപ്പൊ 10⁻⁻7 എർഗ്, 10⁻⁻7 ജൂള്. ഡൗട്ട് ഉണ്ടോ? ഞാൻ പറഞ്ഞതിൽ ഡൗട്ട് ഇല്ലല്ലോ. ഓക്കെ, തിരിച്ചും മറിച്ചും നമ്മൾ പഠിക്കണം. കാരണം കേരള PSC ഇപ്പോൾ എങ്ങനെ ഡിഫിക്കൽട്ട് ആക്കാം എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നമ്മൾ ഒരു ജൂളിനെയാണ് 10⁻⁷ എർഗ് എന്ന് പഠിച്ചു വെച്ചത്. ഇനി അവർ ഒരു എർഗ് എത്ര ജൂളാണെന്ന് ചോദിക്കാം. ക്ലിയർ. ഒരു കാര്യം പഠിച്ചു വെക്കുക, മറ്റേത് ഇക്വേഷനിൽ ഇപ്പുറത്തോട്ട് കൊണ്ടുപോയി ചെയ്യുക. ഇനി ഒരു വാട്ട് അവർ എത്ര ജൂളാണ്? 36,000 ജൂളാണ് ഒരു വാട്ട് അവർ. ക്ലിയർ. ഇനി ഊർജം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് തോമസ് യങ്. അപ്പോൾ ഊർജം എന്താണ്? പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെ നമ്മൾ ഊർജം എന്ന് പറയുന്നു. ഊർജത്തിന്റെ യൂണിറ്റ് ജൂളാണ്. ഊർജത്തിന്റെ CGS യൂണിറ്റ് എർഗാണ്. ഒരു ജൂള് 10⁻⁷ എർഗാണ്. ഒരു വാട്ട് അവർ 36,000 ജൂളുമാണ്. ക്ലിയർ. 36,000 ജൂളുമാണ്. ക്ലിയർ. ഇനി നമ്മൾ പറയുന്നത് ഊർജം എന്ന വാക്ക്, ഈ എനർജി അല്ലെങ്കിൽ ഊർജം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? നമ്മൾ ഉത്തരം തോമസ് യങ്. യങ് ആയിട്ടുള്ള ഒരാള്. ഇപ്പൊ നമ്മൾ എപ്പോഴും പറയത്തില്ലേ, ഇപ്പൊ ഒരു യങ് ആയിട്ടിരിക്കുന്ന ആൾക്ക് നല്ല എനർജി ആയിരിക്കും അല്ലെ. പ്രായമുള്ള ആൾക്ക് അത്രയും എനർജി കാണുമോ? ഇല്ല. അപ്പൊ യങ് ആണെങ്കിൽ എനർജി കൂടുതലാണ്. അപ്പോൾ ഊർജം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? തോമസ് യങ് ആണ്. ഇനി ഊർജത്തിന്റെ സംരക്ഷണ നിയമമുണ്ട്. എന്താണ് ഊർജ സംരക്ഷണ നിയമം? ഊർജത്തെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല. എന്നാൽ ഊർജത്തെ നഷ്ടം കൂടാതെ ഒരു രൂപത്തിലുള്ള ഊർജം മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ സാധിക്കും. ഇതാണ് ഊർജ സംരക്ഷണ നിയമം. നമുക്കൊരു ഊർജം, ഇപ്പൊ ഞാൻ താപ ഊർജം ഇന്ന് നിർമ്മിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന് കുറച്ച് ഗതികോർജമോ സ്ഥിതികോർജമോ നിർമ്മിക്കാം എന്ന് വിചാരിക്കാൻ പറ്റുമോ? എനിക്ക് നിർമ്മിക്കാൻ പറ്റില്ല. ഇനി ഞാൻ ഇവിടെ ഉള്ള സൂര്യന്റെ ഊർജം മുഴുവനും നശിപ്പിക്കാൻ ഇന്ന് തീരുമാനിച്ചു. എങ്ങനെ എനിക്ക് നശിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. എനിക്ക് സ്ഥിതികോർജത്തെയോ ഗതികോർജത്തെയോ ഓരോ ഊർജത്തെയോ ഇവിടെ കാണുന്ന യാന്ത്രികോർജത്തെയോ ഓരോ ഊർജത്തെയും എനിക്ക് നശിപ്പിക്കാൻ പറ്റില്ല. രാസോർജം, താപോർജം, പ്രകാശോർജം, വൈദ്യോർജം, നിരവധി ഊർജങ്ങളുണ്ട്. എന്നാൽ ഓരോ ഊർജത്തെ എനിക്ക് സ്വന്തമായി നിർമ്മിച്ചെടുക്കുവാനോ നശിപ്പിക്കുവാനോ എനിക്ക് പറ്റില്ല. പക്ഷേ എനിക്ക് വൈദ്യോർജം ഉണ്ടാക്കാൻ പറ്റും, താപോർജം ഉണ്ടാക്കാൻ പറ്റും, രാസോർജം ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയാണ്? മറ്റൊരു ഊർജത്തെ മാറ്റിക്കൊണ്ട് ഇതിലോട്ട് വരുത്താം. അപ്പോൾ ഒരു ഊർജത്തെ മറ്റൊരു ഊർജമാക്കി മാറ്റാം. പക്ഷേ പുതുതായിട്ടിരുന്നൊരു ഊർജത്തെ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും, വൈദ്യുതി ഉണ്ടാക്കുന്നതോ വൈദ്യോർജം ഉണ്ടാക്കുന്നില്ലേ? അതെന്തൊരു പറച്ചില്ല. വൈദ്യുതി എത്ര പേടുത്ത് ഉണ്ടാക്കുന്നു? ശരിയാണ്. വൈദ്യുതി ഉണ്ടാക്കുന്നത് ജലത്തിൽ നിന്നാണ് അല്ലെ. കറണ്ട് ഉണ്ടാക്കുന്നു ജലം ഉപയോഗിച്ച്. അത് ടർബൈൻ കറക്കുകയാണ്.
അതായത് ഗതികോർജത്തെ മാറ്റുകയാണ് അവിടെ ചെയ്തത്. ഗതികോർജത്തിൽ നിന്ന് വൈദ്യോർജം ഉണ്ടാക്കുകയാണ്. ഇനി കാറ്റിൽ നിന്നാണെങ്കിലോ കാറ്റും അത് തന്നെയാണ്, ടർബൈൻ കറക്കുകയാണ്. സൗരോർജത്തിൽ നിന്നാണ് വൈദ്യുതി ഉണ്ടാക്കിയത്, സോളാർ പാനലില്. അപ്പോൾ ഒരു ഊർജം ഉപയോഗിച്ചുകൊണ്ടാണ് മറ്റൊരു ഊർജം ഉണ്ടാക്കിയിരിക്കുന്നത്. എവിടെ നോക്കിയാൽ അത് തന്നെയാണ്. തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കി, അതുകൊണ്ട് തന്നെയാണ് ടർബൈൻ കറക്കുകയാണ്, തിരമാലയുടെ ശക്തി കാരണം. അപ്പൊ എവിടെയും നമുക്ക് സ്വന്തമായിട്ട് ഇങ്ങോട്ട് വന്നിരുന്ന് ഇപ്പൊ തന്നെ ഒരു ഊർജം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ഉണ്ടാക്കുവാനോ നശിപ്പിക്കാം എന്ന് കരുതി നശിപ്പിക്കുവാനോ പറ്റില്ല. ഒരു ഊർജത്തെ മറ്റൊരു ഊർജമാക്കി മാറ്റാൻ പറ്റും. വൈദ്യുതോർജത്തെ യാന്ത്രികോർജമാക്കി മാറ്റാം. നമ്മുടെ ഫാൻ കറങ്ങുന്നില്ലേ, കറണ്ട് അങ്ങോട്ട് ഓൺ ആക്കുമ്പോൾ കറക്കം അങ്ങോട്ട് തുടങ്ങും അല്ലേ. ഇപ്പൊ വൈദ്യുതോർജം എന്തായി, യാന്ത്രികോർജമായി. ക്ലിയർ ആണ്. നമ്മൾ തേപ്പോട്ടി ഉപയോഗിക്കുന്നു, കറണ്ട് ഇട്ടു, അതായത് വൈദ്യുതി ഇട്ടു, അപ്പൊ നമുക്ക് ചൂട് കിട്ടി, താപോർജം ഉണ്ടായി. ക്ലിയർ അല്ലേ. ഒരു ഊർജത്തെ മറ്റൊരു രൂപത്തിലേക്ക് നമ്മൾ മാറ്റി. ഇനി ഞാൻ ലൈറ്റ് ഇട്ടു, വൈദ്യുതി ഇട്ടു, വൈദ്യുതോർജത്തെ ഇങ്ങോട്ട് മാറ്റി പ്രകാശ ഊർജവും, ഇത് തൊട്ട് നോക്കുമ്പോൾ കുറച്ച് ചൂടും കാണാം, താപോർജവുമാക്കി മാറ്റി. അപ്പൊ ഒരു ഊർജത്തെ നശിപ്പിക്കുവാനോ നിർമ്മിക്കുവാനോ എനിക്ക് പറ്റില്ല. ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് എനിക്ക് മാറ്റുവാൻ സാധിക്കും. ഇതിനെയാണ് എന്ത് പറയുന്നത്, ഊർജ സംരക്ഷണ നിയമം. ഊർജം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്ലിയർ ആണ്. ഇതാണ് ഊർജ സംരക്ഷണ നിയമം. അപ്പൊ ഈ ഊർജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ആരാണ് ഊർജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത്? നമ്മുടെ ആധുനിക ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവായ ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് രൂപീകൃതമാകുന്നത് സ്ഥിതികോർജമാണ്. അപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? E=mc² ഒക്കെ പ്രസ്താവിച്ച വ്യക്തിയാണ് നമ്മളുടെ ആൽബർട്ട് ഐൻസ്റ്റീൻ. ഊർജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഇനി ഒരു വസ്തു അതിന്റെ സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജത്തെ സ്ഥിതികോർജം എന്ന് പറയാം. സ്ഥിതികോർജം എന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ എനർജി എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പൊ ഇത് കണ്ടോ, ഇത് ഈ മുകളിൽ വന്നിരിക്കുകയാണ്, ഇവിടെ ഇരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇതിന് ചലനം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇത് നിശ്ചലമായിട്ടിരിക്കുന്നു. അപ്പോൾ ഉണ്ടാകുന്ന ഊർജത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ഥിതികോർജം എന്ന് പറയുന്നത്. കെട്ടിയിട്ട ഡാമിലെ വെള്ളത്തിന് അനക്കമില്ല, കെട്ടിയിട്ട് കിടക്കുന്ന ഡാമിന്റെ വെള്ളത്തിൽ അനക്കമില്ല. ഈ ഡാമിലെ വെള്ളം, അനങ്ങാണ്ടിരിക്കുന്ന വെള്ളം, അതിന് സ്ഥിതികോർജമാണ്. ഇനി താഴെ വീഴാണ്ട് മുകളിൽ നിൽക്കുകയാണ് ഈ മരത്തിലെ ആപ്പിൾ എല്ലാം, ഈ ആപ്പിളിന് സ്ഥിതികോർജമാണ്. താഴോട്ട് വീണാൽ ഉടൻ ഗതികോർജം, ഇയാൾ താഴോട്ട് വീണാൽ ഗതികോർജം, ഈ വെള്ളം താഴോട്ട് ഒഴുകിയാൽ ഗതികോർജം. എന്നാൽ ആ സ്റ്റക്കായിട്ട് അവിടെ അനക്കമില്ലാതെ നിൽക്കുന്ന അവസരത്തിൽ ഇതെല്ലാം എന്താണ്, സ്ഥിതികോർജമാണ്. ബോ ആൻഡ് ആരോ നമ്മള് ഇങ്ങനെ അമ്പും വില്ലും ഇങ്ങനെ കെട്ടി ഇങ്ങനെ അനക്കമില്ലാതെ നിർത്തത്തില്ലേ, അത് സ്ഥിതികോർജമാണ്. അത് കഴിഞ്ഞ് ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ അത് ഗതികോർജത്തിലേക്ക് പോയി. അതുപോലെയാണ് നമ്മൾ ദാണ്ടിലെ കാക്കയൊക്കെ കൊല്ലുന്നതിന് വേണ്ടി ഇത് ഉപയോഗിക്കത്തില്ലേ, ഇങ്ങനെ വലിച്ചു നിൽക്കുന്ന സമയത്ത് ഇത് അനക്കമില്ല, അത് സ്ഥിതികോർജമാണ്. അപ്പോൾ ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് രൂപീകൃതമാകുന്ന ഊർജമാണ് സ്ഥിതികോർജം. ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് ലഭിക്കുന്ന ഊർജത്തെ എന്തു പറയുന്നു, സ്ഥിതികോർജം. ഉയരം കൂടുന്നതിനനുസരിച്ച് സ്ഥിതികോർജം കൂടും. കാര്യം സ്ഥിതികോർജത്തിന്റെ ഇക്വേഷൻ കണ്ടോ, mgh എന്നാണ്. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻസ് ചോദിക്കാറുണ്ട്, അതിന്റെ ഇക്വേഷൻ mgh ആണ്. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്താണ്, mgh ആണ്. അപ്പൊ m എന്ന് വെച്ചാൽ എന്താണ്, മാസ. g എന്ന് വെച്ചാൽ എന്താണ്, ഗുരുത്വാകർഷണ ത്വരണമാണ്. h എന്ന് വെച്ചാൽ എന്താണ്, ഉയരമാണ്. അപ്പോൾ ഒരു വസ്തുവിന്റെ മാസ് കൂടിയാൽ സ്ഥിതികോർജം കൂടും. ഒരു വസ്തുവിന്റെ ഗുരുത്വാകർഷണ ത്വരണം കോൺസ്റ്റന്റ് ആണല്ലോ. ഇനി ഒരു വസ്തുവിന്റെ ഉയരം കൂടിയാൽ എന്ത് സംഭവിക്കും, പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ ഈ ഒരു സ്ഥിതികോർജം കൂടും. അപ്പൊ എന്താണ് സ്ഥിതികോർജം? ഒരു വസ്തു അതിന്റെ സ്ഥാനം മൂലം ലഭിക്കുന്ന ഊർജത്തെയാണ് സ്ഥിതികോർജം എന്ന് പറയുന്നത്. സ്ഥിതികോർജം എന്ന് വെച്ചാൽ mgh ആണ്. m മാസാണ്, g ഗുരുത്വാകർഷണ ബലമാണ്, h ഉയരമാണ്. അപ്പൊ മാസ് കൂടിയാലും ഉയരം കൂടിയാലും നമ്മളുടെ
നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ സ്ഥിതികോർജം കൂടും. ഇനി ജലസംഭരണിയിൽ ശേഖരിച്ചു വെക്കുന്ന ജലത്തിന്റെ ഊർജം എന്താണ്? സ്ഥിതികോർജം. അപ്പോൾ ഡാമിൽ കെട്ടി നിർത്തിയിരിക്കുന്നു, അതാണ് ജലസംഭരണിയിൽ കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളം. മരത്തിൽ നിൽക്കുന്ന ഈ ആപ്പിളിന് സ്ഥിതികോർജമാണ്. ക്ലിയർ ആണ്? അമ്പ്, വില്ല്, ഇതൊക്കെ നമ്മൾ ഓർക്കുക. അതിങ്ങനെ അനങ്ങാൻ നിൽക്കുമ്പോഴാണ്, ആ സ്ഥാനത്തിനാണ് സ്ഥിതികോർജം. അനങ്ങിക്കഴിഞ്ഞാൽ ഊർജം മാറും. എന്നാൽ ഒഴുകുന്ന ജലം, വെള്ളം ഒഴുകുകയാണ്, താഴേക്ക് വീഴുന്ന വസ്തുക്കൾ, ആപ്പിൾ ഞെട്ടറ്റ് വീഴുന്നു, മാങ്ങ ഞെട്ടറ്റ് വീഴുന്നു, ബുള്ളറ്റ് ഇങ്ങനെ പായുന്നു, ഇവയിലെ ഊർജമാണ് ഗതികോർജം. ക്ലിയർ ആണ്? ഇവയിലെ ഊർജത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഗതികോർജം എന്ന് വിളിക്കുന്നു. ഇത് കണ്ടോ, മെറ്റീരിയൽസ്. അപ്പോൾ ഉൽക്കകളൊക്കെ താഴെ വീഴുന്നു, അത് ഗതികോർജമാണ്. ഒരാൾ നടക്കുന്നു, ഓടുന്നു, ചാടുന്നു, ഇരിക്കാൻ പോകുന്നില്ലേ ഇങ്ങനെ. അപ്പോൾ അങ്ങനെ ഇയാൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ എന്താണ്? ഗതികോർജമാണ്. ഒരാൾ താഴെ വീഴുന്നു, ഗതികോർജം. ഇനി ഒരാളൊരു ബോൾ എടുത്തെറിയുന്നു, ബാറ്റ് ചെയ്യുന്നു, ഇതൊക്കെ എന്താണ്? ഗതികോർജമാണ്. വാഹനങ്ങൾ പോകുന്നു, എയ്റോപ്ലെയിൻ പറക്കുന്നു, റോക്കറ്റ് പറക്കുന്നു, ഇനി ബുള്ളറ്റ് പായുന്നു, നമ്മുടെ ഗൺ ഷൂട്ട് ചെയ്യുമ്പോൾ ബുള്ളറ്റ് പായുന്നു, ഇതൊക്കെ എന്താണ്? ഗതികോർജമാണ്. അതായത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ഊർജത്തെയാണ് ഗതികോർജം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വസ്തുവിന് ചലനം മൂലം ലഭിക്കുന്ന ഊർജത്തെ നമുക്ക് ഗതികോർജം എന്ന് പറയാം. ഒരു വസ്തുവിന് സ്ഥാനം മൂലം ലഭിക്കുന്ന ഊർജത്തെ സ്ഥിതികോർജം എന്ന് പറയുന്നു. ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വസ്തുവിന് ലഭിക്കുന്ന ഊർജത്തെ എന്ത് പറയുന്നു? ഗതികോർജം എന്ന് പറയുന്നു. ഗതികോർജം എന്ന് പറയുമ്പോൾ കൈനറ്റിക് എനർജിയാണ്, കൈനറ്റിക് എനർജി ഇംഗ്ലീഷിൽ. അപ്പോൾ ഇരിക്കുമ്പോൾ സ്ഥാനം മൂലം ലഭിക്കുന്നു, നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്നെങ്കിൽ അതിന് ലഭിക്കുന്നത് സ്ഥിതികോർജവും, ചലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് ലഭിക്കുന്നത് ഗതികോർജവുമാണ്. എന്താണ് സ്ഥിതികോർജത്തിൻ്റെയും ഗതികോർജത്തിൻ്റെയും ഉദാഹരണങ്ങളെന്നും നമുക്ക് മനസ്സിലായി. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ പിടികിട്ടി. അപ്പൊ മാസ്, ഒരു വസ്തുവിൻ്റെ മാസ് എം, വസ്തുവിൻ്റെ പ്രവേഗം വി, ചലിക്കുമ്പോൾ അതിൻ്റെ ഗതികോർജം ½ mv². അപ്പോൾ ഒരു വസ്തുവിൻ്റെ മാസ് എം ആണ്, പ്രവേഗം വി ആണ്, വെലോസിറ്റി ആണ് പ്രവേഗം, അത് വി ആണ്. ചലിക്കുമ്പോൾ അതിൻ്റെ ഗതികോർജം എന്താകുന്നു? ഇക്വേഷൻ കൈനറ്റിക് എനർജി K E = ½ mv² ആണ്. എം വി സ്ക്വയർ എഴുതുന്നത് വിയുടെ മുകളിൽ ഒരു 2 ഇടുക, mv² ആണ്, ½ mv² ആണ്. സ്ഥിതികോർജം mgh ആണല്ലോ, mgh ഇവിടെ ½ mv². ഇത്രയും പിടികിട്ടി. ഇനി ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയാക്കി. അപ്പോൾ പ്രവേഗം ഇരട്ടിയാക്കി. ഈ പ്രവേഗം ഇരട്ടിയാക്കിയാൽ 2v² എന്ന് വെച്ചാൽ 4v² എന്ന് വരത്തില്ലേ? അപ്പൊ ഗതികോർജം എന്താകും? 4 മടങ്ങ് വർദ്ധിക്കും. ഗതികോർജം 4 മടങ്ങ് വർദ്ധിക്കും. പ്രവേഗം ഇരട്ടിയാക്കിയാൽ ഗതികോർജം 4 മടങ്ങ് വർദ്ധിക്കും. ഒരു വസ്തുവിൻ്റെ ഭാരവും വേഗതയും കൂടുന്നതിനനുസരിച്ച് ഗതികോർജം കൂടുന്നു. അപ്പോൾ ഒരു വസ്തുവിൻ്റെ ഭാരം കൂടുന്നു, മാസ് കൂടുന്നു, ഗതികോർജം കൂടും. ഒരു വസ്തുവിൻ്റെ വെലോസിറ്റി കൂടുന്നു, പ്രവേഗം കൂടുന്നു, ഗതികോർജം കൂടും. ക്ലിയർ ആണ്? ഇനി മുകളിലേക്ക് എറിയുക ഒരു വസ്തു, അപ്പോൾ ഗതികോർജം കുറയുന്നു. അതായത് മുകളിൽ ഇങ്ങനെ സ്റ്റക്ക് ആകുന്നുണ്ട് ഒരു നിമിഷം, അപ്പോൾ വെലോസിറ്റി 0 ആകുന്നുണ്ട്. അപ്പോൾ അന്നേരം ഗതികോർജം 0 ആകും. ഈ സ്റ്റക്ക് ആകുന്ന സമയത്ത് ഇതിനുണ്ടാകുന്നത് സ്ഥിതികോർജമാണ്. അപ്പോൾ സ്ഥിതികോർജം mgh അത് വളരെ കൂടുതലായിരിക്കും. താഴോട്ട് വരുമ്പം വീണ്ടും ഗതികോർജം ഉണ്ടാകുന്നു. ക്ലിയർ ആണ്? ക്ലിയർ ആണ്? അപ്പം നമുക്ക് ഒരു വസ്തു മുകളിലേക്ക് എറിയുകയാണ്. മുകളിലേക്ക് പോകുമ്പോൾ ഇതിന് ഗതികോർജമുണ്ട്. മുകളിലെത്തുമ്പോൾ ഒരു നിമിഷം ഇതൊന്ന് സ്റ്റക്ക് ആകുന്നു, അപ്പോൾ ഇതിന് സ്ഥിതികോർജമാണുള്ളത്. അപ്പോൾ ഗതികോർജം 0 ആയിരിക്കും. എന്താണ് നമ്മൾ പഠിച്ചത് എന്ന് നോക്കുകയാണ്. നമ്മൾ ആദ്യം എന്താണ് പ്രവൃത്തി എന്നാണ് കണ്ടത്.
പ്രവൃത്തിയുടെ എക്സാമ്പിൾസ് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഒരു വസ്തുവിന് സ്ഥാനമാറ്റം ഉണ്ടാകുന്ന ബലത്തെ നമുക്ക് പ്രവൃത്തി എന്ന് പറയാം. സ്ഥാനം മാറണം, കസേര നീക്കുമ്പോൾ അതങ്ങോട്ട് നീങ്ങണം. സ്ഥാനം മാറിയെങ്കിൽ മാത്രമേ നമ്മൾ പ്രവൃത്തി ചെയ്തു എന്ന് പറയും. ചുമ്മാടുന്ന ഭിത്തി തള്ളി മാക്സിമം ബലമൊക്കെ കൊടുത്തു, പക്ഷേ ഭിത്തിക്ക് സ്ഥാനമാറ്റം ഉണ്ടായില്ലെങ്കിൽ പ്രവൃത്തി പൂജ്യമാണ്. പിന്നെ നമ്മൾ പറയുന്നത് ഒരു വസ്തു ബലം പ്രയോഗിച്ചു ആ ദിശയിൽ തന്നെയാണ് സ്ഥാനാന്തരം ഉണ്ടാകേണ്ടത് എങ്കിൽ അതിനെ പോസിറ്റീവ് എന്നും, തറ പ്രയോഗിച്ച ആ കർഷണ ബലത്തെ നമുക്ക് എന്തു പറയാം? നെഗറ്റീവ് എന്നും പറയാം. പ്രവൃത്തിയുടെ യൂണിറ്റ് നമ്മൾ പഠിച്ചു, ന്യൂട്ടൺ മീറ്റർ ആണ്, അല്ലെങ്കിൽ SI യൂണിറ്റ് ജൂളാണ്. വർക്ക് എന്ന് വെച്ചാൽ F×S ആണ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്, ബലം ഇൻറ്റു സ്ഥാനാന്തരമാണ്. ഇനി നമ്മൾ പറയുന്നത് ഒരു ജൂൾ എന്ന് വെച്ചാൽ ഒരു ന്യൂട്ടൺ മീറ്റർ ആണ്. ഒരു ജൂള് ഒരു ന്യൂട്ടൺ മീറ്റർ ആണ്. ഒരു ജൂൾ പെർ സെക്കൻഡോ ഒരു വാട്ടാണ്. ഒരു കുതിരശക്തി എന്താണ്? 746 വാട്ടാണ് കുതിരശക്തി. ഒരു കിലോ വാട്ട് 1000 വാട്ടാണ്. ഒരു മെഗാവാട്ടോ 10⁶ വാട്ടാണ് ഒരു മെഗാവാട്ട്. ക്ലിയർ ആണ്? അപ്പം ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്, എന്താണ് പ്രവൃത്തിയുടെ ഇക്വേഷൻ? F×S. പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ മീറ്റർ എന്നോ ജൂൾ എന്നോ പറയാം. എന്താണ് കുതിരശക്തി? പറയാൻ പറ്റുന്നുണ്ടോ? 746 വാട്ടാണ്. ഇനി ഒരു വസ്തു തള്ളുകയാണ്, ഭിത്തിയാണ് തള്ളുന്നത്, ഭിത്തിക്ക് സ്ഥാനമാറ്റം ഉണ്ടായില്ലെങ്കിൽ പ്രവൃത്തി എന്താണ്? ഉത്തരം 0. ഒരു വസ്തു തള്ളി, അപ്പോ സ്ഥാനാന്തരമുണ്ടായി. സ്ഥാനാന്തരമുണ്ടായെങ്കിൽ പ്രവൃത്തി ഉണ്ടോ ഇല്ലയോ? പ്രവൃത്തി ഉണ്ട്, പ്രവൃത്തി നടന്നു. ഇനി ഒരു വസ്തു തള്ളി പ്രയോഗിച്ച ബലത്തിന്റെ അതേ ദിശയിൽ വസ്തു നീങ്ങുകയും ചെയ്തു എങ്കിൽ പ്രവൃത്തി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നമ്മളുടെ ഉത്തരം പോസിറ്റീവ് ആണ്. ഇനി നമ്മൾ ഊർജത്തിലേക്ക് വരുന്നു. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെ നമ്മൾ ഊർജം എന്ന് വിളിച്ചു. ഊർജത്തിന്റെ യൂണിറ്റ് ജൂൾ ആണ്. ഊർജത്തിന് CGS യൂണിറ്റ് ഉണ്ട്. CGS എന്ന് പറയുമ്പോൾ സെന്റിമീറ്റർ, ഗ്രാം ആൻഡ് സെക്കൻഡ് സിസ്റ്റം യൂണിറ്റ്സ് ആണ്. ഈ CGS യൂണിറ്റ് എക്സാമിന്റെ സ്ഥിരം ചോദ്യമാണ്. എക്സാമിന്റെ സ്ഥിരം ചോദ്യം, വെരി ഇമ്പോർട്ടൻറ്റ്, എർഗ് എന്നാണ്. എന്താണ് ഒരു ജൂൾ എന്നും ചോദിക്കാറുണ്ട്. 10⁷ എർഗ് എന്ന് ഓർക്കുക. ജൂള് എന്ന് പറയുമ്പോൾ J അല്ലേ? ജെയും 7ഉം കൂടെ ഒരു റിലേഷൻ ഇല്ലേ? ഇങ്ങനെയല്ലേ? അപ്പോൾ 10⁷ എർഗ്. ഊർജം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് തോമസ് യങ്. ഊർജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റൈൻ. എന്താണ് ഊർജ സംരക്ഷണ നിയമം? ഓർക്കുന്നുണ്ടോ? ഊർജത്തെ നിർമ്മിക്കാൻ പറ്റത്തില്ല, നശിപ്പിക്കാൻ പറ്റത്തില്ല, ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാനേ പറ്റും. ക്ലിയർ ആണ്? ഇനി നമ്മൾ എന്താണ് സ്ഥിതികോർജം എന്ന് പറഞ്ഞു. സ്ഥിതികോർജം എന്ന് പറയുമ്പോൾ സ്ഥാനം മൂലം ഒരു വസ്തുവിന് ലഭിക്കുന്ന ഊർജമാണ്, നിശ്ചലാവസ്ഥയിലുള്ള ഊർജമാണ്. അതിന് എക്സാമ്പിൾസും നമ്മൾ കണ്ടു. കെട്ടിയിട്ട ഡാമിലത്, മരത്തിലത്, അമ്പ്, വില്ല്, ഇതൊക്കെ. ഇനി ഒരു വസ്തുവിന് ചലനം മൂലം ലഭിക്കുന്ന ഊർജത്തെ നമുക്ക് ഗതികോർജം എന്ന് പറയാം. അത് കൈനറ്റിക് എനർജി എന്ന് ഇംഗ്ലീഷിൽ പറയും. കൈനറ്റിക് എനർജി KE എന്ന് പറയുമ്പോൾ ഇക്വേഷൻ ½mv² ആണ്. എന്നാൽ സ്ഥിതികോർജത്തിന്റെ ഇക്വേഷൻ mgh ആണ്. മാസ്, അതുപോലെ ഗുരുത്വാകർഷണ ബലം G, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. ഇനി H എന്ന് വെച്ചാൽ ഹൈറ്റ്, ഉയരമാണ്, mgh. അപ്പോൾ മാസ് കൂടിയാലും ഉയരം കൂടിയാലും ഈ ഒരു സ്ഥിതികോർജം കൂടും എന്ന് മനസ്സിലാക്കുക. ഇത് കണ്ട്, ഈ ഉയരത്തിലൊക്കെ ഇരിക്കുമ്പോൾ സ്ഥിതികോർജം നല്ല കൂടുതലായിരിക്കും, ഉയരം കൂടുമ്പോൾ സ്ഥിതികോർജം കൂടുതലാണ്. ഇനി ഒരു വസ്തുവിന് സ്ഥാനം മൂലം സ്ഥിതികോർജമാണെങ്കിൽ അയാൾ ചലിക്കുമ്പോൾ ചലനം മൂലം ലഭിക്കുന്നത് ഗതികോർജമാണ്. ഒഴുകുന്ന ജലം, വീഴുന്ന വസ്തു, പായുന്ന ബുള്ളറ്റ്, എറിയുന്ന ബോള്, ഇതൊക്കെ എന്താണ്? ചലിക്കുമ്പോൾ ലഭിക്കുന്നതാണ്. ഓടുന്ന കുട്ടി, ചാടുന്ന കുട്ടി, അല്ലെങ്കിൽ ഊഞ്ഞാലാടുന്നു, ഇതൊക്കെ എന്താണ്? എയ്റോപ്ലെയിൻ പറക്കുന്നു, ഇതൊക്കെ നമ്മളുടെ ഗതികോർജത്തിന് എക്സാമ്പിൾ ആണ്. എക്സാമ്പിൾ ചോദിക്കാറുണ്ട് കേട്ടോ, ഗതികോർജത്തിനും സ്ഥിതികോർജത്തിനും ഇക്വേഷൻസ് ചോദിക്കാറുണ്ട്. ക്ലിയർ ആണ്? അപ്പൊ ഇതിന്റെ ഇക്വേഷൻ എന്താണ്? ഗതികോർജത്തിന് ½mv² ആണ്. M എന്ന് പറയുന്നത് മാസ് ആണ്, V എന്ന് പറയുന്നത് വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗമാണ്. എന്താണ് പ്രവേഗം എന്നൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്, സ്ഥാനാന്തരം ബൈ ടൈം ആണ്, അതൊക്കെ നമുക്ക് പറയാം. അപ്പൊ M മാസ് ആണ്, V പ്രവേഗമാണ്. അപ്പൊ ഗതികോർജം ½ mv² ആണ്.
ഇനി നമ്മൾ പറയുന്ന മറ്റൊരു ചോദ്യം, ഈ മാസ് കൂടിയാലും പ്രവേഗം കൂടിയാലും നമ്മളുടെ ഈ ഒരു ഗതികോർജം കൂടും. മാസ് കൂടിയാലും പ്രവേഗം കൂടിയാലും ഗതികോർജം കൂടും. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയാക്കി, സ്ഥിരമായിട്ടുള്ള ഒരു എക്സാമിന്റെ ചോദ്യമാണ്. 50-ൽ കൂടുതൽ ചോദ്യപേപ്പറിൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. സ്ഥിരം ചോദ്യമാണ്. പ്രവേഗം ഇരട്ടിയാക്കിയാൽ ഗതികോർജം എന്ത് സംഭവിക്കും? 4 മടങ്ങ് കൂടും. 4 മടങ്ങ് കൂടും. ക്ലിയർ ആണ്? അപ്പൊ മുകളിലോട്ട് എറിയുമ്പോൾ ആ മുകളിൽ ഏറ്റവും പീക്കിൽ എത്തുമ്പോൾ ഒന്ന് നിൽക്കുകയാണ് വസ്തു, ഒന്ന് നിശ്ചലമാകുന്നു. അപ്പൊ സ്ഥിതികോർജമാണുള്ളത്. അപ്പൊ ഗതികോർജം 0ആണ്. താഴേക്ക് വരുമ്പോൾ വീണ്ടും ഗതികോർജം. ഇനി നമ്മൾ ഊർജത്തിന്റെ ഉറവിടങ്ങളിലേക്ക് പോകുന്നു. എന്താണ് ഊർജത്തിന്റെ ഉറവിടങ്ങൾ? ആദ്യം നമ്മൾ ഇന്ധനങ്ങളാണ് പഠിക്കുന്നത്. ഊർജത്തിന്റെ ഉറവിടങ്ങൾ ആദ്യം നമുക്ക് എന്ത് പഠിക്കണം? ഇന്ധനങ്ങൾ. കത്തുമ്പം താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ. തീ കത്തി, അപ്പം നല്ല ചൂട്, താപം പുറത്തുവിടുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഇന്ധനം എന്ന് വിളിക്കാം. ഖര ഇന്ധനമുണ്ട്, ദ്രാവക ഇന്ധനമുണ്ട്, വാതക ഇന്ധനമുണ്ട്. പല അവസ്ഥയിൽ ദ്രവ്യത്തിന്റെ വിവിധ അവസ്ഥകൾ നമ്മൾ കണ്ടു. അപ്പൊ വിവിധ അവസ്ഥകളിൽ ഇന്ധനമുണ്ട്. ഖരാവസ്ഥയിൽ കാണുന്ന ഇന്ധനമാണ് വിറക്, കൽക്കരി. ദ്രാവകാവസ്ഥയിൽ ഇന്ധനമുണ്ട്, അതാണ് പെട്രോള്, ഡീസല്, മണ്ണെണ്ണ. നമ്മൾ ഖനനം ചെയ്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എടുക്കും. പെട്രോളിയം എന്ന് പറയുന്ന ആ ഖനനം ചെയ്തെടുക്കുന്ന പദാർത്ഥത്തിൽ നിന്ന് സംസ്കരിച്ചാണ് മണ്ണെണ്ണ, പെട്രോൾ, ഡീസൽ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ഫോസിൽ ഇന്ധനമാണ് എന്ന് പറയും. ദ്രാവക ഇന്ധനങ്ങൾ വേർതിരിച്ചെടുക്കുന്നത് എവിടെ നിന്നാണ്? പെട്രോളിയത്തിൽ നിന്നാണ്. പെട്രോളിയത്തിൽ നിന്നാണ് പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ ഇതൊക്കെ വേർതിരിച്ചെടുക്കുന്നത്. ഫോസിൽ ഇന്ധനങ്ങളാണ്. ഈ ലോകത്തിൽ ഉപയോഗിക്കുന്ന ഊർജ സ്രോതസ്സുകളില് ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഊർജമാണ് ഏറ്റവും കൂടുതൽ. 90% നമ്മൾ ഉപയോഗിക്കുന്നത് ഫോസിൽ ഇന്ധനത്തിൽ നിന്നാണ്. അപ്പൊ ഈ ഒരു പെട്രോള്, ഡീസൽ, മണ്ണെണ്ണ ഇത് ഉപയോഗിച്ചിട്ടാണ്, നമ്മളുടെ പെട്രോളും ഡീസലും ഉപയോഗിച്ചിട്ടല്ലേ വാഹനങ്ങളെല്ലാം ഓടുന്നത്. ഇനി യന്ത്രങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് ഇത് ഉപയോഗിച്ചാണ്. അപ്പൊ ലോകത്തിൽ ഉപയോഗിക്കുന്ന ഊർജങ്ങളില് ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഊർജത്തിന്റെ അളവ് 90%. എന്തുമാത്രം ഊർജമാണ് ഈ ദ്രാവക ഇന്ധനത്തിൽ നിന്ന് ലഭിക്കുന്നത്? 90%. അപ്പൊ ദ്രാവക ഇന്ധനം പെട്രോളിയത്തിൽ നിന്നാണ്. ഏതൊക്കെയാണെന്ന് പഠിച്ചു. ഖര ഇന്ധനം വിറകും കൽക്കരിയുമാണ് എന്ന് പഠിച്ചു. എങ്കിൽ വാതക ഇന്ധനം നോക്കണ്ടേ? LPG, ലിക്വിഡ് പെട്രോളിയം ഗ്യാസ്. നമ്മളുടെ വീടുകളിൽ LPG ഗ്യാസ് സിലിണ്ടർ ഉണ്ട്. ഇനി CNG ഉണ്ട്. CNG പിന്നെന്തുണ്ട്? ഹൈഡ്രജൻ ഉണ്ട്. ഇപ്പോൾ വാഹനങ്ങൾ പോലും CNGയിലൊക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലെ? അപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ലേ, CNGയിലൊക്കെ ഉപയോഗിക്കാറുണ്ട് വാഹനങ്ങൾ പോലും. ക്ലിയർ ആണ്? ഇനി ഹൈഡ്രജൻ, ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു സാധനമാണ് ഹൈഡ്രജൻ അല്ലെ? നമ്മളുടെ ഏറ്റവും വലിയ ഒരു ഇന്ധനമാണ്, ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്നതാണ് ഹൈഡ്രജൻ. ഇപ്പൊ ഹൈഡ്രജൻ പ്രോസസ് ചെയ്ത് തുടങ്ങി. പിന്നെ നമുക്കറിയാം റോക്കറ്റുകളിലൊക്കെ ഹൈഡ്രജൻ ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് CNG എന്ന് വെച്ചാൽ? കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണ്. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണ് CNG. അപ്പൊ വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏവിയേഷൻ ഫ്യൂവൽ ആണ്. വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? ഏവിയേഷൻ ഫ്യൂവൽ ആണ്. ഇന്ധനങ്ങളിൽ നിന്ന് ഊർജം പുറത്തു വരുന്ന പ്രക്രിയ എന്താണ്? അതാണ് ജ്വലനം. അപ്പൊ ഇന്ധനങ്ങളിൽ നിന്ന് ഊർജം പുറത്തു വരുന്ന പ്രക്രിയ എന്ന് പറയുന്നത് ജ്വലനമാണ്. ജ്വലനം. ക്ലിയർ ആണ്? അപ്പൊ നമ്മൾ പഠിക്കുന്നത് ഇന്ധനത്തെ കുറിച്ചാണ്. കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കൾ ഇന്ധനങ്ങളാണ്. ഖര ഇന്ധനങ്ങൾക്ക് ഉദാഹരണം വിറകും കൽക്കരിയും. ദ്രാവക ഇന്ധനത്തിന് ഉദാഹരണം നമ്മൾ പഠിച്ചു. പെട്രോളുണ്ട്, ഡീസലുണ്ട്, മണ്ണെണ്ണയുണ്ട്. ഈ ദ്രാവക ഇന്ധനം എന്ന് പറയുമ്പോൾ പെട്രോളിയത്തിൽ നിന്ന് ഖനനം ചെയ്ത് ആദ്യം നമ്മൾ കുഴിച്ചെടുക്കുമ്പോൾ ഫോസിൽ ഇന്ധനങ്ങളാണ്. കുഴിച്ചെടുക്കുമ്പോൾ നമുക്ക് പെട്രോളിയം കിട്ടും. അവിടെ നിന്ന് സംസ്കരിച്ചാണ് നമുക്ക് പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ കിട്ടുന്നത്. ലോകത്തിൽ ഉപയോഗിക്കുന്ന ഊർജങ്ങളിൽ ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഊർജത്തിന്റെ അളവ് 90%. വാതക ഇന്ധനങ്ങൾക്ക് എക്സാമ്പിൾ LPG, ലിക്വിഡ് പെട്രോളിയം ഗ്യാസ്, CNG, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. പിന്നെ നമ്മുടെ ഹൈഡ്രജൻ. ഹൈഡ്രജൻ എന്ന് വെച്ചാൽ ഭയങ്കര ഏറ്റവും മികച്ച ഒരു ഇന്ധനമാണ്. പെട്ടെന്ന് കത്തും. ഇത് അതിൽ ഇൻഫ്ലേമബിൾ ആണ് അല്ലെ? ഭയങ്കര പെട്ടെന്ന് കത്തുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ വീടുകളിലൊക്കെ ഹൈഡ്രജൻ ഉപയോഗിക്കാൻ പാടാണെന്ന് വെച്ചാൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും.
അപ്പോൾ അപകട സാധ്യത കൂടുതലാണ്, അതുകൊണ്ടാണ്. പക്ഷെ ഏറ്റവും മികച്ച ഇന്ധനമാണ് ഈ ഹൈഡ്രജൻ. ഇപ്പോൾ കൂടുതൽ പരീക്ഷണങ്ങൾ നടക്കുകയാണ് ഹൈഡ്രജൻ എങ്ങനെ പ്രായോഗികമാക്കാം എന്നുള്ള രീതിയിൽ. ഇനി വിമാനത്തിൽ ഉപയോഗിക്കുന്നത് ഏവിയേഷൻ ഫ്യൂവലാണ്. ഏവിയേഷൻ ഫ്യൂവൽ എന്ന് വെച്ചാൽ എന്തിൻ്റെയൊക്കെ ഒരു മിക്സപ്പ് ആണ്? പാരഫിൻ, ഒലിഫിൻ, നാഫ്തീൻ, ആരോമാറ്റിക്സ്, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ചേർന്നുണ്ടാക്കുന്നതാണ്. ഇന്ധനങ്ങളിൽ നിന്ന് വരുന്ന ഊർജം, ഈ പുറത്തു വരുന്ന നമ്മൾ ജ്വലനം എന്നാണ് പറയുന്നത്. ലോകത്തിൽ ഉപയോഗിക്കുന്ന ഊർജങ്ങളിൽ നമുക്ക് 90% ഫോസിൽ ഇന്ധനമാണ്, ദ്രാവക ഇന്ധനമാണെന്ന് നമ്മൾ പഠിച്ചു. ഇനി ജ്വലിക്കുന്നു, കത്തുകയാണ്. ജ്വലനം എന്ന് വെച്ചാൽ മലയാളത്തിൽ എന്താണ്? കത്തുകയാണ്. ജ്വലനത്തെ സഹായിക്കുന്ന വാതകം ഓക്സിജനാണ്. ജ്വലനത്തെ സഹായിക്കുന്ന വാതകം എന്താണ്? ഓക്സിജനാണ്. ഇനി എക്സാമിൻ്റെ ഒരു സ്ഥിര ചോദ്യം, ഭൂമിയിൽ ഊർജത്തിന്റെ ഉറവിടം എന്താണ്? 5500°C കേന്ദ്രത്തിൽ ചൂടുള്ള നമ്മളുടെ സൂര്യനാണ് ഭൂമിയിലെ ഊർജത്തിന്റെ ഉറവിടം. അപ്പൊ ഭൂമിയിലെ ഊർജത്തിന്റെ ഉറവിടം എന്താണ്? സൂര്യൻ. കൃത്രിമ ഉപഗ്രഹങ്ങൾ, ബഹിരാകാശ വാഹനങ്ങൾ, ഇതിൻ്റെയൊക്കെ മുഖ്യ ഊർജ സ്രോതസ് എന്ത് തന്നെയാണ്? സൗരോർജം തന്നെയാണ്. ഇപ്പൊ നമ്മളുടെ ബഹിരാകാശ വാഹനങ്ങളൊക്കെ ഇഷ്ടം പോലെ കറങ്ങുന്നു, കൃത്രിമ ഉപഗ്രഹങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ആര്യഭട്ടം മുതൽ ഇന്ത്യ വിക്ഷേപിച്ചു, ഇപ്പൊ ആദിത്യ L1, നമ്മുടെ ചന്ദ്രയാൻ 3, ഇതൊക്കെയുണ്ട്. പക്ഷെ ഇതൊക്കെ അവിടെ നിൽക്കുന്നതിനുള്ളൊരു പ്രധാന കാരണം നമ്മളുടെ സൗരോർജം ഉള്ളത് കൊണ്ടാണ്. സൂര്യനിലെ ഊർജോൽപാദനത്തെ കുറിച്ച് ശാസ്ത്രീയമായ വിശദീകരണം നൽകിയത് ഹാൻസ് ബേത്താണ്. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഊർജത്തിന്റെ പേര് നൽകിയ ശാസ്ത്രജ്ഞന്റെ പേരെന്ത്? തോമസ് യങ്, അല്ലെ? ഇപ്പൊ നമ്മൾ പറയുന്നത് സൂര്യനിൽ ഊർജമുണ്ട്, ഈ ഊർജം എങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നു, ഇതിനെക്കുറിച്ചൊരു ശാസ്ത്രീയമായ വിശദീകരണം നൽകിയ ആദ്യ ശാസ്ത്രജ്ഞനാണ് ഹാൻസ് ബേത്ത്. ആരാണ്? ഹാൻസ് ബേത്ത്. അപ്പൊ നമ്മൾ ഒന്നും കൂടെ പറയുന്നു, നമ്മുടെ ഇന്ധനങ്ങളിൽ നിന്ന് ഊർജം പുറത്തു വരുന്ന പ്രക്രിയ ജ്വലനമാണ്. ഈ ജ്വലനത്തെ സഹായിക്കുന്ന വാതകം ഓക്സിജനാണ്. ഭൂമിയില് ഊർജത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് സൂര്യനാണ്. ഭൂമിയില് ഊർജത്തിന്റെ ഉറവിടം സൂര്യനാണ്. കൃത്രിമ ഉപഗ്രഹങ്ങൾ, ബഹിരാകാശ വാഹനങ്ങൾ, ഇതിന്റെ മുഖ്യ ഊർജ സ്രോതസ് സൗരോർജമാണ്. സൂര്യനില് ഊർജോൽപാദനത്തെ കുറിച്ച് ശാസ്ത്രീയമായ അടിത്തറ നൽകിയ ശാസ്ത്രജ്ഞനാണ് ഹാൻസ് ബേത്ത്. ഇനി നമ്മൾ 2 തരത്തിലുള്ള ഊർജത്തെ കുറിച്ച് പഠിക്കുന്നുണ്ട്. നമ്മൾ ഊർജം എന്താണെന്ന് മനസ്സിലാക്കി, ഊർജ സംരക്ഷണ നിയമം പഠിച്ചു, സ്ഥിതികോർജവും ഗതികോർജവും പഠിച്ചു. പിന്നെ നമ്മൾ ഊർജം ലഭിക്കുന്ന ഉറവിടമാണ് കണ്ടത്. ഇന്ധനങ്ങൾ, ഹൈഡ്രജൻ, ദ്രാവകം, വാതകം, ഖര ഇന്ധനങ്ങൾ, ഇതൊക്കെ കണ്ടു. ഊർജത്തിന്റെ സോഴ്സ്, ഉറവിടം കണ്ടു. ഇനി നമ്മളുടെ ഊർജ സ്രോതസ്സുകളെ 2ആയിട്ട് തിരിക്കാം. ഊർജം നൽകുന്ന ഈ സ്രോതസ്സുകളിലെ ഇതിനെ നമുക്ക് പുനഃസ്ഥാപിക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കാൻ സാധിക്കാത്തത്, കൺവെൻഷണൽ, നോൺ കൺവെൻഷണൽ, അല്ലെങ്കിൽ റിന്യൂവബിൾ, നോൺ റിന്യൂവബിൾ. അതായത് പാരമ്പര്യ ഊർജ സ്രോതസ്, പാരമ്പര്യേതര ഊർജ സ്രോതസ്, ഇങ്ങനെ 2ആയിട്ട് തിരിക്കാം. പലർക്കും ഇത് കൺഫ്യൂഷനാണ്. ഏതാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്നത്, ഏതാണ് പുനഃസ്ഥാപിക്കാൻ സാധിക്കാത്തത്, ഏതാണ് കൺവെൻഷണൽ, നോൺ കൺവെൻഷണൽ, ഏതാണ് റിന്യൂവബിൾ, ഏതാണ് നോൺ റിന്യൂവബിൾ, ഏതാണ് പാരമ്പര്യം, ഏതാണ് പാരമ്പര്യമല്ലാത്തത്. വളരെ കൺഫ്യൂഷനാണ് പലർക്കും. പുനഃസ്ഥാപിക്കാൻ സാധിക്കുന്നത്, പുനഃസ്ഥാപിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതിന് എക്സാമ്പിളാണ് സൗരോർജം, ബയോഗ്യാസ്, ജലത്തിൽ നിന്നുള്ളത്, ജൈവപിണ്ഡം തുടങ്ങിയവ. അപ്പൊ നമുക്ക് ഇത് തീർന്നു പോയാലും വീണ്ടും 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 നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളത് ഏതാണ്? സൂര്യനിൽ നിന്നുള്ള എനർജി, സൗരോർജം. സൂര്യൻ എന്നും അവിടെ ഉണ്ട് എന്നാണ് നമ്മളുടെ വിശ്വാസം, അല്ലെ? സൂര്യൻ നിന്നു പോകുമോ, ഒരു ദിവസം സൂര്യൻ അങ്ങ് മാഞ്ഞു പോകുമോ, അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് സൂര്യൻ. ബയോഗ്യാസ്, എപ്പോഴും മാലിന്യങ്ങൾ വരും, അത് നമുക്ക് അങ്ങോട്ട് കൊണ്ടിട്ടാൽ ഉടൻ എനർജി കിട്ടും. നമ്മുടെ വീടുകളിലൊക്കെ പലരും ഉപയോഗിക്കുന്നതാണ് ബയോഗ്യാസ്. ഇനി ജലവും എന്നും ഉണ്ട്, ജലം ഉള്ളിടത്തോളം കാലം ഈ ഭൂമിയുണ്ട്. അപ്പൊ ജലം എല്ലായിടവും സമൃദ്ധമാണ്. അപ്പൊ ജലവും തീർന്നു പോകുന്നില്ല, ജലത്തിലെ ടർബൈൻ കറങ്ങി നമുക്ക് എനർജി ഉൽപ്പാദിപ്പിക്കാം. അതുപോലെ ജൈവ പിണ്ഡം, ബയോമാസ്, ക്ലിയർ ആണ്.
ഇനി തിരമാലയിൽ നിന്നുള്ള ഊർജം, കാറ്റിൽ നിന്നുള്ള ഊർജം, ഇതൊക്കെ പുനഃസ്ഥാപിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇതൊന്നും തീർന്നു പോകുന്നില്ല. ക്ലിയർ ആണ്? വീണ്ടും വീണ്ടും നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. തിരമാലയും കാറ്റും ഇതിനകത്ത് വരുന്നതാണ്. ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? പുനഃസ്ഥാപിക്കാൻ സാധിക്കും എന്നതിന്റെ ഇംഗ്ലീഷാണ് റിന്യൂവബിൾ എന്ന് പറയുന്നത്. വീണ്ടും പുനഃസ്ഥാപിച്ചെടുക്കാൻ പറ്റും. ഇനി നമ്മൾ പറയുന്നത് പുനഃസ്ഥാപിക്കാൻ സാധിക്കില്ല, നമ്മൾ വിചാരിച്ചാൽ വീണ്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഇത് പ്രകൃതിയിൽ കുറച്ചുണ്ട്. കുറച്ചു നാൾ കഴിയുമ്പം ഇതങ്ങ് തീർന്നു പോകും. നമ്മൾ ഉപയോഗിച്ച് ഇതങ്ങ് തീർന്നു പോയാൽ, ഇല്ലാണ്ടായിപ്പോയി, നമുക്ക് പിന്നീട് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. അതാണ് ഫോസിൽ ഇന്ധനങ്ങൾ. ഈ കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം, ഡീസൽ, മണ്ണെണ്ണ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കുഴിച്ചെടുക്കുമ്പോൾ, ഖനനം ചെയ്യുമ്പോൾ നമുക്ക് ഭൂമിയിൽ നിന്ന് തന്നെ കിട്ടുന്ന ഒരു സമ്പത്താണ്. ഇതങ്ങ് കുഴിച്ച് നമ്മൾ മാക്സിമം ഉപയോഗിച്ചങ്ങ് തീർക്കുകയാണെങ്കിൽ പിന്നീട് നമുക്കിത് കിട്ടത്തില്ല. ഇത് മാക്സിമം നമ്മളെല്ലാം കുഴിച്ചെടുത്ത് നമ്മൾ ഉപയോഗിച്ചും തീർത്തു, പിന്നീട് ഇതില്ല, പിന്നീട് ഇത് ഉണ്ടാകുന്നില്ല. അപ്പോൾ നമുക്കിത് പുനഃസ്ഥാപിച്ചെടുക്കാൻ മനുഷ്യന് സാധ്യമല്ല. അപ്പം അങ്ങനത്തതിനെയാണ്, ഊർജ്ജ സ്രോതസ്സിനെയാണ് പുനഃസ്ഥാപിച്ചെടുക്കാൻ കഴിയാത്തത്, നോൺ റിന്യൂവബിൾ എന്ന് പറയുന്നത്. കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം, പെട്രോളിയം ഉൽപ്പന്നങ്ങളായ ഡീസൽ, മണ്ണെണ്ണ തുടങ്ങിയവയൊന്നും നമുക്ക് പുനഃസ്ഥാപിച്ചെടുക്കാൻ പറ്റില്ല, നോൺ റിന്യൂവബിൾ. അപ്പം നിങ്ങൾക്ക് 2 പേരുകൾ കിട്ടി. പുനഃസ്ഥാപിക്കാൻ സാധിക്കുന്നത് റിന്യൂവബിൾ, അതിൻ്റെ എക്സാമ്പിൾ തിരമാല, കാറ്റ്, വെള്ളം, സൗരോർജം, ബയോഗ്യാസ്, ജൈവപിണ്ഡം തുടങ്ങിയവയാണ്. പുനഃസ്ഥാപിക്കാൻ സാധിക്കാത്തത് നോൺ റിന്യൂവബിൾ, കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം തുടങ്ങിയവയാണ്. ഇനി ഞാൻ പറയുന്നു, പാരമ്പര്യ ഊർജ സ്രോതസ്സും പാരമ്പര്യേതര ഊർജ സ്രോതസ്സുമുണ്ട്. എന്താണ് പാരമ്പര്യം? എന്താണ് പാരമ്പര്യേതരം? അത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് ചർച്ച ചെയ്യാം. ആണോ? പാരമ്പര്യം എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ കുറച്ച് നല്ല സ്വത്തൊക്കെ ഉള്ളവരാണെന്ന് വിചാരിക്കുക. അച്ഛന് നല്ല ഇഷ്ടം പോലെ സമ്പത്തുണ്ട്, മകന് ഈ സമ്പത്തെല്ലാം കൊടുക്കുന്നു. അച്ഛന് ഇഷ്ടം പോലെ സമ്പത്തുണ്ട്, മകൻ എന്ത് ചെയ്യുന്നു? ഈ സമ്പത്തെല്ലാം കൊടുക്കുകയാണ്. ഓക്കെയാണ്. മകനാണെങ്കിൽ ജോലിയൊന്നും ചെയ്യത്തില്ല, അച്ഛൻ്റെ സമ്പത്തെല്ലാം എന്ത് ചെയ്യുന്നു? അടിച്ചങ്ങ് കളയുകയാണ്, മാക്സിമം ഉപയോഗിച്ച് കളയുന്നു. അപ്പോൾ മകൻ എന്ത് ചെയ്യുന്നില്ല? ഒരു തരത്തിലുള്ള ജോലിയും ചെയ്യുന്നില്ല. ക്ലിയർ ആണ്? ഓക്കെയാണ്. ജോലിയൊന്നും ചെയ്യുന്നില്ല, ഈ സമ്പത്തെല്ലാം നമ്മളങ്ങ് ഉപയോഗിച്ചങ്ങ് കളയുകയാണ്. ഞാൻ രാവിലെ എണീക്കുന്നു, വലിയ കാറ്, വലിയ വീട്, അടിപൊളി ഫുഡ്, വലിയ വലിയ ഹോട്ടൽ ടൂറൊക്കെ പോകുന്നു, കളയുന്നു. അപ്പം പാരമ്പര്യമായി കിട്ടിയ ഈ സാധനം തീർന്നു പോകത്തില്ലേ? മകന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. അപ്പോൾ കുറച്ച് നാളൊക്കെ നമ്മളിങ്ങനെ സുഖലോലുപനായി കഴിയുമ്പോഴത്തേക്കോ ഈ സ്വത്തെല്ലാം തീർന്നു പോകുമോ? തീർന്നു പോകത്തില്ലേ? തീർന്നു പോകും. ഇതാണ് പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ. നമുക്ക് പുനഃസ്ഥാപിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല, പുനഃസ്ഥാപിച്ചെടുക്കാൻ സാധിക്കില്ല. ഇത് പെട്ടെന്ന് തീർന്നു പോകുന്ന ഒരു സാധനമാണ്. ക്ലിയർ ആണ്? പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ പെട്ടെന്ന് തീർന്നു പോകുന്ന ഒരു സാധനമാണ്. പുതുക്കപ്പെടാൻ പറ്റില്ല. കൺവെൻഷണലാണിത്, പാരമ്പര്യമായി ലഭിച്ചതാണ്. ഇത് പെട്ടെന്ന് അങ്ങ് തീർന്നു പോകും. കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം, ഇതൊക്കെയാണ് നമ്മുടെ ഭൂമിയിലെ നമ്മുടെ പാരമ്പര്യ സ്വത്തുകൾ. നമുക്ക് പൂർവികർ സമ്മാനിച്ചതാണ്. അവർ കുറച്ച് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൈമാറിയതാണ്. നമ്മളിത് നോക്കിയും കണ്ടും ഉപയോഗിച്ചില്ലെങ്കിൽ ഇത് തീർന്നു പോകും. വരും തലമുറയ്ക്ക് നമുക്ക് കൊടുക്കാനൊന്നും കാണത്തില്ല. നമുക്ക് അച്ഛൻ്റെ അമ്മയുടെ സ്വത്ത് കിട്ടുന്നത് പോലെയാണ്. നമ്മൾ മാക്സിമം അടിച്ചു പൊളിച്ച് തീർത്താൽ പെട്ടെന്ന് തീർന്നു പോകും. നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ നമ്മുടെ കയ്യിൽ സ്വത്തൊന്നും കാണത്തില്ല. ഇതാണ് പാരമ്പര്യ ഊർജ സ്രോതസ്. എന്നാൽ പാരമ്പര്യേതര ഊർജ സ്രോതസ് എന്ന് വെച്ചാൽ ഒരാൾക്ക് പ്രത്യേകിച്ച് സ്വത്തൊന്നും കിട്ടിയില്ല, പക്ഷെ ഇയാൾക്ക് നല്ല കഴിവാണ്, ഏത് ജോലിയും ചെയ്യാൻ നല്ല ആത്മാർത്ഥതയും നല്ല കഴിവുമുണ്ട്, നല്ലതായിട്ടങ്ങ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇയാൾ ഒരുപാട് ജോലികളൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഇയാളുടെ സ്വത്തുക്കൾ തീർന്നു പോകുമോ? ഇയാൾക്ക് എപ്പോഴും ആ കഴിവുണ്ട്, ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇയാളുടെ കഴിവുകൾ മിനുക്കിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇയാളുടെ പൈസ തീർന്നു പോകുമോ? എന്നും ഇയാൾക്ക് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക. ഇയാളുടെ കഴിവ് തീരുന്നതേയില്ല.
അയാൾ എപ്പോഴും പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്. നോൺ കൺവെൻഷണൽ, പാരമ്പര്യേതര, അതായത് സൗരോർജം, സൂര്യൻ തീർന്നു പോകുന്നില്ല, എന്നും ഉണ്ടാക്കാം. ബയോഗ്യാസ്, ജലം, തിരമാല, കാറ്റ്, ഇതൊന്നും തീർന്നു പോകുന്നില്ല, എപ്പോൾ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കാം. അതാണ് എന്ത്, പുനഃസ്ഥാപിക്കാൻ കഴിയുന്നത്, നോൺ കൺവെൻഷണൽ, പാരമ്പര്യേതരം എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? അപ്പൊ പാരമ്പര്യേതര ഊർജ സ്രോതസ് എന്ന് വെച്ചാൽ പുതുക്കപ്പെടാൻ പറ്റുന്നതാണ്, ഉപയോഗിച്ചാൽ തീർന്നു പോകില്ല, വീണ്ടും വീണ്ടും ഉണ്ടാക്കാം. സൗരോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം, തിരമാലയിൽ നിന്നുള്ള ഊർജം, ജലത്തിൽ നിന്നുള്ള ഊർജം, ജിയോ തെർമൽ എക്സാമ്പിൾ ആണ്. ജിയോ തെർമൽ അത് ഓർക്കുക. ജൈവ വാതകങ്ങൾ ഓർക്കുക, എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ് ജൈവ വാതകങ്ങൾ ഒക്കെ. ഇവയെ നിതാന്ത അല്ലെങ്കിൽ അക്ഷയ ഊർജ സ്രോതസ്സുകൾ എന്നൊക്കെ പറയും. ഒരിക്കലും വറ്റാത്തത് എന്നുള്ള അർത്ഥത്തിൽ നിതാന്ത ഊർജ സ്രോതസ്സുകൾ, അക്ഷയ ഊർജ സ്രോതസ്സുകൾ എന്നൊക്കെ പറയും. ഇത് പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നില്ല, നമ്മുടെ കാലാവസ്ഥയ്ക്ക് കോട്ടം വരുത്താത്ത ഊർജ സ്രോതസ്സുകളാണ് പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ. എന്നാൽ കൽക്കരി, പെട്രോള്, പ്രകൃതിവാതകം തുടങ്ങിയവ ഫോസിൽ ഇന്ധനങ്ങളാണ്, അല്ലെ? ഇത്തരം ഇന്ധനങ്ങൾ കത്തിക്കുന്നത് പരിസ്ഥിതിക്ക് മലിനീകരണം ഉണ്ടാക്കുന്നു, കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാക്കുന്നു. ഇവയെ സമൃദ്ധ ഊർജ സ്രോതസ്സുകൾ എന്ന് പറയുന്നു. എന്താണ് പറയുന്നത്? സമൃദ്ധ. മറ്റേത് നിതാന്ത അല്ലെങ്കിൽ അക്ഷയാണ്, തീർന്നു പോകാത്തത്. ഇത് സമൃദ്ധ ഊർജ സ്രോതസ്സുകളാണ്. ഖനിജ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്, അത് ഖനനം ചെയ്തെടുക്കുന്നത് എന്നർത്ഥത്തിൽ ഖനിജ ഇന്ധനങ്ങൾ എന്നും ഇതിനെ പറയുന്നു. ക്ലിയർ ആണ്? ഓക്കെ ആണ്? എല്ലാവർക്കും മനസ്സിലായി? അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കുന്നു. ചലനം മൂലമുണ്ടാകുന്ന ഒരു വസ്തുവിന് ലഭ്യമാകുന്ന ഊർജം ഏതാണ്? ചലിക്കുമ്പോൾ കിട്ടുന്നത് ഗതികോർജമാണ്. ഗതികോർജവും ആക്കവും തമ്മിലുള്ള ബന്ധം നമുക്ക് നോക്കാം. ആക്കം എന്ന് പറയുമ്പോൾ പി എന്ന ലെറ്ററിലാണ് സൂചിപ്പിക്കുന്നത്. ആക്കം പി എന്ന് വെച്ചാൽ എം ഇൻറ്റു വി ആണ്. അപ്പോൾ മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് പി, മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പോൾ ഇതിൽ നിന്ന് ഗതികോർജം, കൈനറ്റിക് എനർജി എന്തായി മാറുന്നു? പി സ്ക്വയർ ബൈ 2m. അപ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് പി സ്ക്വയർ ബൈ 2m ആണ്. ഗതികോർജവും ആക്കവും തമ്മിലുള്ള ബന്ധം. അപ്പോൾ ഇനിയിപ്പോൾ എക്സാമുകൾ കുറച്ച് ഡിഫിക്കൽട്ടാക്കി വരികയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കണക്ക്, അതായത് ഫിസിക്സ് ഒക്കെ ചോദ്യത്തിൽ ചില കണക്കുകളായിരിക്കാം നമുക്ക് സൊല്യൂഷൻ ചെയ്തെടുക്കേണ്ടി വരുന്നത്. അപ്പോൾ പി ഇസിക്വൽ ടു എം എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ ആ കണക്ക് ചെയ്യാൻ പറ്റൂ. പി തരും, എം തരും, വി കണ്ടുപിടിക്കണം. അങ്ങനെ പി തരും, എം തരും, കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഒരു ഇക്വേഷൻസ് ഒക്കെ കാണാതെ പഠിച്ചു വെക്കണം. ആക്കം എന്ന് വെച്ചാൽ എം വി ആണ്, കൈനറ്റിക് എനർജി എന്ന് വെച്ചാൽ പി സ്ക്വയർ ബൈ 2m ആണ്. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് നമ്മളുടെ ക്രിയകൾ ചെയ്തെടുക്കാൻ പറ്റൂ. മിക്കവാറും ഇനി ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ട് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യും, എന്തെങ്കിലുമൊക്കെ കണക്കുകൾ ഇങ്ങ് തരും. അപ്പോൾ ഇക്വേഷൻ അറിയാത്ത ഒരാൾക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സാധനങ്ങളൊക്കെ ഡയറക്റ്റ് തരും. പ്രത്യേകിച്ച് LGS പോലുള്ള എക്സാമുകൾക്കൊക്കെ ഡയറക്റ്റ് ആയിരിക്കും തരുന്നത്. പക്ഷേ കാര്യം അറിയാത്ത ഒരാൾക്ക് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ ആക്കം പി എന്ന് പറയുന്നത് എം വി എന്ന് പഠിക്കുക. കൈനറ്റിക് എനർജിയും ആക്കവും തമ്മിലൊരു ബന്ധമുണ്ടെന്ന് പഠിക്കുക. പി സ്ക്വയർ ബൈ 2m ആണ്. പി സ്ക്വയർ ബൈ 2m ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് പ്രവൃത്തി എന്ന് മനസ്സിലാക്കി. ക്ലിയർ ആണ്? പ്രവൃത്തി എന്താണ്, അതിൻ്റെ എക്സാമിൻ്റെ സ്ഥിരം ചോദ്യമാണ് ഇത്. പ്രവൃത്തിയല്ല, പൂജ്യമാണ് എന്നുള്ളത്. ഇങ്ങനെ വെറുതെ കൊണ്ടുപോയി സ്ഥാനമാറ്റം ഉണ്ടായാലും പൂജ്യമാണെന്നുള്ള സ്ഥിരം ചോദ്യമാണ്. W=Fs ആ ഇക്വേഷൻ പഠിച്ചു, അതിൻ്റെ യൂണിറ്റുകളൊക്കെ പഠിച്ചു. പിന്നീട് ഊർജത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. സ്ഥിതികോർജം, ഗതികോർജം പഠിച്ചു, അതിൻ്റെ ഇക്വേഷൻസ് പഠിച്ചു. ഊർജ്ജ സംരക്ഷണ നിയമം പഠിച്ചു. ഊർജ്ജത്തിൻ്റെ ഉറവിടങ്ങൾ കണ്ടു. പിന്നെ നമ്മൾ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടു. മറ്റ് സ്രോതസ്സുകളായ സൂര്യനെ കുറിച്ചൊക്കെ പഠിച്ചു. ഇനി നമ്മളൊരു ചോദ്യവും പഠിച്ചു. പിന്നെ ഗതികോർജം, ആക്കം തമ്മിലുള്ള ബന്ധവും പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ക്ലാസ്സുകളെ കുറിച്ചുള്ള അഭിപ്രായം